നമ്മുടെ ഇതുവരെയുള്ള ജീവിതയാത്രയിൽ സംഭവിച്ചിരിക്കുന്ന എല്ലാ അനിഷ്ട സംഭവങ്ങളെയും ദൈവസന്നിധിയിൽ നമ്മൾ കൊണ്ടുവരുന്ന ദിവസമാണത്. ഇന്ന് ഈ ആരാധന സ്ഥലത്ത് വന്നിരിക്കുന്ന എല്ലാവർക്കും പലവിധത്തിലുള്ള സങ്കടങ്ങളോ ദുഃഖങ്ങളോ പരാജയങ്ങളോ വേദനകളോ മുറിവുകളോ ചതവുകളോ രോഗങ്ങളോ ഉണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് നിരാശപ്പെടേണ്ട എന്നുള്ളതാണ് ഇന്ന് വായിച്ചായിട്ട് തിരുവചനം നമുക്ക് തരുന്ന സന്ദേശം. പഴയ നിന്ന് വേദഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞു. ആ വേദഭാഗങ്ങൾ നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചു. നമുക്കെന്ത് സംഭവിച്ചാലും സ്നേഹവാനായ ദൈവം അറിയാതെ നമുക്കൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ഉൾക്കാഴ്ചയിൽ നല്ലവനായ ദൈവം നല്ലതേ നമുക്ക് തരൂ. നല്ലവനായ ദൈവം തരുന്ന കാര്യങ്ങളിൽ നല്ല വശം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് പ്രാർത്ഥിച്ച ദൈവത്തിൽ ആശ്രയിച്ച് പല അനുഭവങ്ങളും കടന്നു പോകണമെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരുടെയും സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, പരാജയങ്ങൾ മുതലായവ വിജയത്തിലേക്ക് ആനയിക്കുവാനും വലിയ ക്ഷേമത്തിലേക്ക് നയിക്കാൻ വരുന്ന ക്ഷാമങ്ങളുണ്ട്. ക്ഷാമങ്ങൾ ക്ഷേമത്തിലേക്ക്, രോഗങ്ങൾ സൗഖ്യത്തിലേക്ക്, ദുഃഖങ്ങൾ സന്തോഷത്തിലേക്ക്, അരക്ഷിതാവസ്ഥ രക്ഷയിലേക്ക് നമ്മളെ നയിക്കുവാൻ ദൈവത്തിൻ്റെ വഴികളാണ് എന്ന് തിരിച്ചറിയാമെങ്കിൽ എല്ലാത്തിനും നന്ദി പറയാൻ സാധിക്കും. അപ്പം നല്ലവനായ ദൈവം നമുക്ക് എഴുതിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ വന്നു ചെയ്യുവാനുള്ള വഴിയെ നടത്തുവാൻ അവൻ നമ്മളെ പല താഴ്വരകളിൽ കൂടിയും പല പ്രതിബന്ധങ്ങളിൽ കൂടിയും നയിക്കുമെന്നുള്ളത് നമുക്ക് പ്രത്യാശയ്ക്ക് നൽകട്ടെ. ശ്ലീവാ പെരുന്നാളിന് ശേഷമുള്ള ഒന്നാം ഞായറാഴ്ച നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ പ്രതീക്ഷിച്ച് പ്രത്യാശിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതയാത്ര. കർത്താവിന് രണ്ടാമത്തെ വരവ് മധ്യാകാശം വരെയേ ഉള്ളൂ. നമ്മളങ്ങോട്ട് പറഞ്ഞു ചെല്ലണം. പറഞ്ഞു ചെന്നാൽ അവിടെ ഒരു കല്യാണ മണ്ഡപത്തിൽ ഇവിടെ എത്തി സ്വർഗീയ മണവാളനായ യേശുവായിട്ടൊരു കല്യാണം നടക്കുമെന്നുള്ള ആ പ്രത്യാശയിലാണ് നമ്മുടെ ജീവിതയാത്ര തുടരുന്നത്. നമ്മുടെ മാമോദീസായിലൊരു വിവാഹ നിശ്ചയം നടന്നിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വിവാഹം എന്ന് എപ്പോൾ എവിടെ വെച്ച് നടക്കുമെന്ന് മാത്രം നിശ്ചയിച്ചിട്ടില്ല. വിവാഹം നടക്കാൻ നിശ്ചയം മാത്രമേ നടന്നിട്ടുള്ളൂ. അങ്ങനെ ഒരു കല്യാണം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വിവാഹ നിശ്ചയം നടക്കുമ്പോൾ ഈ ഭൂമിയിലെ വിവാഹ നിശ്ചയങ്ങളിൽ എന്ന്, എവിടെ, എപ്പോൾ എന്നെല്ലാം കൃത്യമായ കുറി അടിച്ചെല്ലാവരെയും അറിയിച്ചിട്ടാണ് കല്യാണം നടക്കുന്നത്. പക്ഷേ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഒരു മോനേ ഉള്ളൂ. ആ മോന് ഒരു വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. എന്നാണെന്നോ എപ്പോഴാണെന്നോ എവിടെ വെച്ചാണെന്നോ ആ മോന് പോലും അറിയാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു കല്യാണം എവിടെയെങ്കിലും കേൾക്കുന്നു. സ്വർഗത്തിലെ അപ്പച്ചന് മാത്രം അറിയാവുന്നൊരു കാര്യം. അതിന് കാരണമുണ്ട്. ഈ സ്വർഗത്തിലെ പിതാവിന് നമുക്കുള്ളതിനേക്കാൾ അധികം ശത്രുക്കളുണ്ട്. സൽഗുണപൂർണനായ സർവശക്തനായ പരിശുദ്ധനായ പിതാവാൻ ദൈവം ശത്രുക്കൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിനുണ്ട്. അവര് ഈ ദൈവത്തിൻ്റെ പദ്ധതികൾ പരാജയപ്പെടുത്താനായിട്ടുള്ള പല വിഫല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ശ്രമങ്ങൾ വിഫലമാണെങ്കിലും തൽക്കാലത്തേക്ക് ചില പ്രതിബന്ധങ്ങൾ വരുത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. അതിനെ ഈ പിതാവ് സഹിച്ചുകൊണ്ട് തൻ്റെ ഏകജാതൻ്റെ വിവാഹം മുടക്കികളായ തൻ്റെ ശത്രുക്കളായ പിശാചുക്കൾ ഭരിക്കുന്ന ലോകത്തിൽ നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പം അതിൽ നമ്മൾ പഠിക്കേണ്ട പാഠം, സൽഗുണപൂർണനും സർവശക്തനുമായ ദൈവം തമ്പുരാനാണ് ഏറ്റവും അധികം ശത്രുക്കളുള്ളതെങ്കിൽ ദൈവമക്കളായി വീണ്ടും ജനിച്ച ദൈവമക്കൾക്കും അനേക ശത്രുക്കൾ ഉണ്ടായിരിക്കും. അതൊരു ഭാഗ്യമാണ്. ശത്രുക്കൾക്ക് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. ശത്രുക്കളെ കൊണ്ട് മാത്രം നടക്കുന്ന ഒത്തിരി കാര്യങ്ങളൊന്നും. പിതാവായ ദൈവം തമ്പുരാന്റെ ശത്രുക്കളായി തീർന്ന പിശാചുക്കളെ കർത്താവ് കത്തിക്കാൻ കോടതി വിധിയുണ്ടെങ്കിലും കത്തിച്ചിട്ടില്ല. അവരെ ഇപ്പോഴും ഓരോ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. കത്തിക്കുന്നതിനും അവരെ മുതലെടുത്തിട്ടേ കത്തിക്കുകയുള്ളൂ. അപ്പം പിതാവായ ദൈവം തമ്പുരാന്റെ ഏകജാതന്റെ കല്യാണം നീട്ടി കൊണ്ടുപോകാൻ ഈ പിശാചുക്കൾ കഴിഞ്ഞിട്ടുണ്ട്. ആ നീട്ടലിനെയും പിതാവ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിത്യനായ ദൈവം തമ്പുരാൻ ഒരു ധൃതിയില്ല ഒരു കാര്യത്തിന്. ദെയർ ഈസ് നോ ഹറി ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ദൈവം തമ്പുരാന് ഒരു ധൃതിയില്ല ഒരു കാര്യം. നിത്യനാ. നമുക്ക് ധൃതി വരുന്നതിൻ്റെ കാര്യം നമുക്ക് സമയം കുറവായതുകൊണ്ട്, അത്യാഗ്രഹം കൂടുതലായതുകൊണ്ട് എല്ലാത്തിനും ധൃതി വെച്ചുകൊണ്ടിരിക്കും. കാരണം സമയം കടന്നു പോകുന്നു. കള്ളൻ എന്തൊരു ധൃതിയാകുമോ മോഷ്ടിക്കാൻ? എന്താ, നേരം വെളുക്കുന്നതിന് മുമ്പ്, വലിയൊരു ഉണരുന്നതിന് മുമ്പ്, വലിയൊരു കാണുന്നതിന് മുമ്പ് വലിയ തട്ടിക്കൊണ്ട് പോകണം. അപ്പോൾ അങ്ങനെ ഈ ലോകത്തിൽ പിശാചിന് ധൃതിയാണ് കാര്യങ്ങൾ. കാരണം അവൻ എപ്പോഴും കത്തുമെന്നറിയാം. കത്തിക്കുമെന്ന് പറഞ്ഞാൽ കത്തിച്ചിരിക്കും. അതിനു മുമ്പേ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കണം. അപ്പോൾ ഈ പിശാചുക്കളുടെ കൂടെ പെടുന്ന മനുഷ്യർക്ക് ഈ ആർത്തിയും അത്യാഗ്രഹവും എല്ലാം വരാൻ കാരണം എന്നാ? ഇതെപ്പോഴാണ് തീരുന്നതെന്ന് അറിയാനൊക്കില്ല, എപ്പോഴാണ് നേരം വെളുക്കുന്നതെന്ന് അറിയാനൊക്കില്ല, എപ്പോഴാണ് ഇയാൾ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാനൊക്കെ. അതിനു മുമ്പേ ആഗ്രഹമെല്ലാം സാധിക്കണം. ആഗ്രഹം സാധിപ്പിക്കുന്നതിലും ഈ പിതാവിന് വലിയ താല്പര്യമാണ്.
കൊല ദിവസത്തിലെ പൊളപ്പ് എന്നാണ് അതിൻ്റെ പേര്. കൊല ദിവസത്തിലെ പൊളപ്പ് എന്ന് പറഞ്ഞാൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്ന ഒരു പ്രതിയെ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് കുറച്ച് ദിവസം ജയിലിലിടും. തൂക്കിക്കൊല്ലുന്ന ദിവസം രാവിലെ തന്നെ വിധിന്യായം വായിച്ച് കേൾപ്പിക്കും. നീ സമ്മതിച്ചോ, നിന്നെ കൊല്ലാൻ പോവുകയാണ്, നീ കുറ്റക്കാരനാ, ഇന്ന കുറ്റം ചെയ്തതിന് ഇത്രാം തീയതി ഇന്ന ജഡ്ജി നിന്നെ വിധിച്ചു, വിധിന്യായം ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, നിന്നെ കൊന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇന്ന് നിന്നെ കൊല്ലുന്ന ദിവസമാണെങ്കിൽ നിന്റെ ആഗ്രഹമെല്ലാം സാധിപ്പിച്ചിട്ടേ കൊല്ലുള്ളൂ. അങ്ങനെയാ വിധി ദിവസത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നിനക്ക് ആഗ്രഹങ്ങളെല്ലാം ചോദിച്ചോളാം പറയും. ഇപ്പോൾ രാവിലെ തന്നെ വിധിന്യായം വായിച്ച് ഏൽപ്പിച്ചിട്ട് ഇന്ന് ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് നിന്നെ കൊല്ലും, കഴിവരുത്തി കയറും. നിനക്ക് വേണ്ടതെല്ലാം ചോദിച്ചോളാം. അവന് ഇഷ്ടമുള്ള ആഹാരമെല്ലാം വരുത്തി കഴിക്കാൻ തോന്നും. അവന് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവനെ ശരിക്കും സൂചിപ്പിക്കും. കൊതി തീരെ നീ മദ്യപിക്കണമേ മദ്യപിച്ചു, ഉറങ്ങണേ ഉറങ്ങിക്കൂ. അവന് കൊതി തീരെ മദ്യപാനവും നടത്തും, ആഹാരവും കഴിക്കും, അവനെ സുഖിക്കാവുന്ന സുഖം എല്ലാം കൊടുക്കുകയും ചെയ്യും. എന്തറിഞ്ഞുകൊണ്ടാണ്? ചാകാൻ പോകാൻ മുമ്പ് കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചാൽ. ചത്ത് കഴിഞ്ഞെങ്കിലും ഒരു സ്വസ്ഥമായിരിക്കാമെന്ന് വിചാരിച്ചാൽ ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. ചത്താൽ ശരീരമല്ലേ ചാവുള്ളൂ, ആത്മാവ് ചാവുന്നുണ്ടോ? അത് അസ്വസ്ഥമായി ഇനി ആർക്കും മരിച്ചതിന് ശേഷം ആർക്കും ശല്യം വരുത്തരുത്, പോയി സുഖമായിട്ട് എവിടെയും പോയി കിടന്നോട്ടെ എന്ന് വിചാരിച്ചാണ് കൊല ദിവസത്തിലെ പൊളപ്പ് കൊടുത്തിരിക്കുന്നത്. ഈ സ്വർഗത്തിലെ പിതാവിന് ഇങ്ങനെ ഒരു നിർബന്ധമുണ്ട്. കത്തിക്കാൻ പോകുന്ന വിശാദികൾ കൊതി തീരെ അവരെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ ഭൂമിയിൽ അഴിച്ചാൻ വിട്ടിരിക്കുക. നിനക്ക് ഇഷ്ടമുള്ളത് നീ പോയി ചെയ്തില്ല. കത്തിക്കുന്ന ദിവസമുണ്ട്. നിന്റെ കൂടെ കത്താൻ ആഗ്രഹമുള്ളവരെയും നീ കൊണ്ടു നടന്നു. എൻ്റെ കൂടെ കഷ്ടപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിത പങ്കാളിയായി ജീവിക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം എന്നോട് വന്നാൽ മതി. മനസ്സിലായോ? അപ്പം അങ്ങനെ സ്വർഗത്തിലെ പിതാവ് തൻ്റെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ശത്രുക്കളെ പ്രയോജനപ്പെടുത്തി അവരെ കൊണ്ട് ഈ ഭൂമി ഭരിപ്പിച്ച് അങ്ങനെ ദൈവത്തെ വേണ്ടാത്തവരെല്ലാം കൂടെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്ത് അങ്ങനെ കൊല ദിവസത്തിലെ പൊളപ്പ് എന്ന പോലെ ഈ ലോകത്തിലെ തന്നിഷ്ടക്കാരെല്ലാം അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് എത്ര നാളെന്ന് ചോദിച്ചാൽ അതിനൊരു കണക്കുണ്ട്. ദൈവത്തിൻ്റെ 1000 ദിവസം നമ്മുടെ ഒരു ദിവസം പോലെ, നമ്മുടെ ഒരു ദിവസം ദൈവത്തിൻ്റെ 1000 ദിവസം പോലെ ഒക്കെയാണെന്നൊരു കണക്കുണ്ട്. ഇപ്പോൾ ഈ കൊല ദിവസത്തിലെ പൊളപ്പെന്ന് പറയുന്ന 1000 ദിവസം വരെ വേണമെങ്കിൽ നീളാം. കൊല ദിവസത്തിലെ പൊളപ്പ് ഒരു ദിവസം എന്ന് പറയുന്നത് 1000 ദിവസവും 1000 വർഷവും വരെ വേണേലും നീളാനും സാധ്യതയുണ്ട്. അതിലൊന്നും ആരും വിഷമിക്കേണ്ട. ഇത് എപ്പം വേണേലും തീരാനും സാധ്യതയുണ്ട്. എപ്പം വേണേലും ഇത് തീർക്കാനും എത്ര വേണേലും നീട്ടാനും കടത്താനും സ്വാതന്ത്ര്യമുണ്ട്. അതിലും ദൈവത്തിന് ഉദ്ദേശമാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഇതിലെല്ലാം നല്ലവനായ ദൈവത്തിൻ്റെ സൽഗുണപൂർണ്ണതയിലുള്ള പരിപാടികളാണെന്ന് അറിഞ്ഞതുകൊണ്ട് നല്ലവനായ ദൈവത്തോട് സഹകരിക്കാമെങ്കിൽ നമുക്ക് ഈ കല്യാണത്തിന് മണവാട്ടിയാകാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ. കല്യാണം എവിടെ വെച്ച് വേണമെങ്കിലും നടന്നോട്ടെ, എപ്പം വേണമെങ്കിലും നടന്നോട്ടെ, എന്ന് വേണമെങ്കിലും നടന്നോട്ടെ, എനിക്ക് അവനെ വേണമെന്ന് മാത്രം ആഗ്രഹിച്ചാൽ മതി. പിതാവ് എനിക്ക് തരാമെന്ന് പറഞ്ഞ പുത്രനെ എനിക്ക് വേണം. ആ പുത്രൻ പറയുന്നത് ഞാൻ ചെയ്യുള്ളൂ. എല്ലാ കാര്യം ഞാൻ അവനെ അറിയിച്ചിരിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പിതാവ് ആണ് ഏറ്റവും വലിയ തല. എല്ലാം പിതാവിനെ അറിയിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പിതാവ് പുത്രനെ തന്നു. പുത്രൻ്റെ തല നമ്മുടെ ജീവിത പങ്കാളി എന്ന നിലയിൽ അങ്ങനെ ഒരു തലയും കൂടി നമുക്കുണ്ട്. ആ ജീവിത പങ്കാളിയായ കർത്താവ് നമ്മളെ ഈ ലോകത്തിൽ പലരുടെയും കീഴിലാക്കി വെച്ചിരിക്കുന്നു. ഭാര്യയെ ഭർത്താവിൻ്റെ കീഴിൽ, ഇടവകയെ അച്ഛൻ്റെ കീഴിൽ, അച്ഛന്മാരെ തിരുമേനിയുടെ കീഴിൽ, തിരുമേനിമാരെ ബാവായുടെ കീഴിൽ, ഇങ്ങനെ ഓരോരുത്തരുടെ കീഴിലൊക്കെ ആക്കി വെച്ചിരിക്കുക. അപ്പോൾ ഈ നമ്മുടെ മുകളിൽ പല തലകളുണ്ട്. നമുക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും ആ തലകളെ അറിയിക്കുക. നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അവരോട് ചോദിച്ചിട്ട് ചെയ്യുക. അപ്പോൾ അവർ നമ്മളെ ഈ സ്വർഗത്തിലെ കല്യാണം മുതൽ എത്തിച്ചുകൊള്ളൂ എന്നുള്ളതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യുവാൻ നമുക്ക് അനുവാദമില്ല. ചെയ്താൽ നമ്മൾ ഈ തലയിൽ നിന്ന് അകന്നു പോകും. സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്താൽ തലയെ നമ്മൾ അവഗണിച്ചു എന്ന് വരുന്നതുകൊണ്ട് തല നമ്മളെ കൈവിടും. നമ്മൾ തന്നെ നമ്മുടെ ദൈവത്തിൻ്റെതല്ലാതായി തീരും. അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ അനിഷ്ടമായ സംഭവങ്ങൾ നടന്നതിൻ്റെ പുറകിൽ ദൈവത്തോട് ചോദിക്കാതെ നമ്മൾ പലതും ചെയ്ത കേസ് തീർന്നിട്ടില്ല. ആ കേസുകളെല്ലാം തീർന്നിട്ടേ കർത്താവ് കല്യാണം കഴിക്കുകയുള്ളൂ. നമ്മൾ അജ്ഞത കൊണ്ട്, ബലഹീനത കൊണ്ട്, തെറ്റിദ്ധാരണ കൊണ്ട്, സംശയം കൊണ്ട്, നിന്ദ്യാബോധം കൊണ്ട് തലകളോട് ചോദിക്കാതെ പലത് തീരുമാനങ്ങളെടുത്ത് പലത് ചെയ്തതിൻ്റെ കെടുതികളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ കേസുകൾ തീർന്നതിന് ശേഷം തലയുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ച് തലകൾ പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന അവയവങ്ങളായി മാറിയാൽ മതി. തലയോട് ചേരുന്ന ഉടലായി നമുക്ക് വേണ്ടതെല്ലാം കിട്ടിക്കുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റുപറയുവാൻ, ആ പ്രശ്നം പരിഹരിക്കുവാനുമാണ് ഈ കുർബാനകൾ നീട്ടി തന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ വായിച്ച ഉൽപ്പത്തി പുസ്തകം 42 അധ്യായത്തിൽ
ക്ഷാമം മൂത്ത് പട്ടിണി കിടന്ന് വിഷമിച്ച ഒരു കുടുംബത്തിലെ കുറേ മക്കൾ കാലത്ത് ക്ഷേമമായി കഴിയാനുള്ള ആഗ്രഹത്തിൽ ധാന്യം വാങ്ങിക്കാൻ വന്നപ്പോൾ ഉണ്ടായ സംഭവം നമ്മൾ വാങ്ങിച്ചു കേട്ടു. അവരെ ദൂരദേശത്ത് നിന്ന് അപ്പൻ്റെ കൽപ്പനപ്രകാരം വീട്ടുകാർക്ക് ഭക്ഷണം വാങ്ങിക്കാൻ, അല്ലെ അരി വാങ്ങിക്കാൻ, അല്ലെ സാധനം വാങ്ങിക്കാൻ വന്നതാണോ? പക്ഷെ അവർക്കുണ്ടായ ഒരു അനുഭവം അവരെ കുറ്റബോധമുള്ളവരാക്കുന്നതായി നമ്മൾ കാണും. അത് ഇത്രാം വാക്യത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ 21-ാമത്തെ വാക്യത്തിൽ ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കണ്ടാറേയും അവൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കും എന്ന് തമ്മിൽ പറഞ്ഞു. അപ്പോൾ ഇന്ന് സങ്കടമുള്ള പലരും കൂട്ടുതിരിപ്പുണ്ട്. ആത്മീയവും മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ സങ്കടം കൊണ്ട് വലഞ്ഞ് പലരോട് വന്നിട്ടുണ്ട്. പല ദൂരദേശത്തു നിന്ന് വന്നവരുണ്ട്, അനേക നാൾ ഒരുങ്ങി വന്നവരുണ്ട്. ഞങ്ങൾക്കിത് എന്തുകൊണ്ട് സംഭവിച്ചു? കടം വീടുന്നില്ല, വരുമാനം തികയുന്നില്ല, ആരോഗ്യം തികയുന്നില്ല, സ്നേഹം വേദനയില്ല, പഠനം പൂർത്തിയാകുന്നില്ല, പഠനത്തിന് മുമ്പോട്ട് പോകാനൊക്കുന്നില്ല, പഠിക്കുന്നത് ഓർക്കാനൊക്കുന്നില്ല, പരീക്ഷ എഴുതാനും ഒത്തിരി സങ്കടങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ആ സങ്കടങ്ങളെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ഇതിന് കഴിഞ്ഞ കാല ജീവിതവുമായി, കഴിഞ്ഞ തലമുറകളുമായ ഒരു ബന്ധമുണ്ട്. പരിശുദ്ധാത്മാവിന് മാത്രമേ അതറിയാവൂ. അപ്പം നമ്മളുടെ ക്ഷാമത്തിൻ്റെ പുറയിൽ ബോധമില്ലാതെ നമ്മൾ ചെയ്ത അനേക കാര്യങ്ങൾ കാരണമായി കിടപ്പുണ്ട്. ദൂർത്ത പുത്തനല്ലേ, മുടിയം പുത്തനെ പന്നിയുടെ വാളവരുപോലും കിട്ടാത്ത ക്ഷാമം വന്നതിൻ്റെ കാര്യം എന്നാണെന്ന് അവന് വളരെ വൈകിയാണ് മനസ്സിലായത്. അവൻ്റെ കണക്കുകൾ മുഴുവൻ തെറ്റി. അപ്പോൾ അവന് പുറകോട്ട് ചിന്തിക്കാൻ തുടങ്ങി, അയ്യോ എനിക്കിങ്ങനെ സംഭവിക്കാൻ എന്താ കാരണം? എൻ്റെ കണക്കെല്ലാം തെറ്റിയല്ലോ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത്, ഇതിന് കാരണം എന്താണ്? ഞാൻ എൻ്റെ അപ്പനെ ദുഃഖിപ്പിച്ചിട്ട് പോന്നതാണ്. അപ്പനോട് ഞാൻ വീതം ചോദിച്ചു, ഒരു മടിയില്ലാതെ എനിക്ക് തന്നു. അപ്പ ഞാൻ വീതം ചോദിക്കട്ടെ എന്നല്ല ചോദിച്ചത്, എനിക്കിങ്ങനെ തോന്നുന്നു, അപ്പ എനിക്ക് ദൂരെ പോകണമെന്ന് തോന്നുന്നു, അപ്പൻ്റെ നിയമവും ചാട്ടവും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് വീട് നരകം പോലെയാ തോന്നുന്നു, ഞാൻ പൊക്കോട്ടെ എന്നല്ല ചോദിച്ചു, പോവുകയാണെന്ന് തീരുമാനിച്ച് തന്നേരുന്നവൻ. അവൻ്റെ സ്വാതന്ത്ര്യത്തെ അപ്പനും ആദരിക്കുകയാണ്. നിനക്ക് പോകാൻ അങ്ങ് തീരുമാനിച്ചെങ്കിൽ തന്നെ കൊണ്ടുപോകും. നേരെ മറിച്ച് അവന് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, എനിക്കിങ്ങനെ തോന്നുന്നു, എനിക്ക് അപ്പനോട് ഇച്ചിരി വിരോധമുണ്ട്, അപ്പൻ്റെ നിയമവും ചാട്ടവും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ചർച്ച നടത്തിയിരുന്നെങ്കിൽ അവന് വേണമെങ്കിൽ അപ്പൻ പറഞ്ഞു മനസ്സിലാക്കുമായിരുന്നു, ഇതിൻ്റെ ചെറുപ്പത്തിൻ്റെ ബലഹീനത കൊണ്ട് തോന്നുന്നതാണ് ഇതൊക്കെ, എനിക്ക് നിന്നോട് സ്നേഹമാണ്, ഈ വീട്ടിലെ സൗകര്യങ്ങൾ നിനക്ക് സ്വർഗം പോലെ ആസ്വദിക്കാൻ സാധിക്കണം, പക്ഷേ എന്നെ പൂർണ്ണമായി വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്താലേ നിനക്കിതൊക്കെ അനുഭവിക്കാനൊക്കെ ഉള്ളൂ. ഇതിപ്പോൾ എൻ്റേതാണ്, പക്ഷേ നീ അത് ചോദിക്കുന്നെങ്കിൽ, നിൻ്റേതാണെന്ന് പറഞ്ഞ് നീ കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോകൂ, പക്ഷെ ചിലപ്പോൾ അനുഭവിക്കാൻ ഒക്കെയായിരുന്നു വേണേൽ അപ്പൻ പറയുമായിരുന്നു. അതൊന്നും അതിന് അവസരമൊന്നും കൊടുത്തില്ല, അവനങ്ങ് തീരുമാനിച്ചു, എടുത്തുകൊണ്ട് അങ്ങ് പോയി. അപ്പോൾ നമ്മൾ ദൈവത്തോടും മാതാപിതാക്കളോടും ആലോചന ചോദിക്കാതെ എടുത്ത തീരുമാനങ്ങളാണ് ഇന്നത്തെ സങ്കടത്തിൻ്റെ ഒരു പ്രധാന കാരണം. അതേറ്റു പറയാം. ജഡമോഹത്തിലും കൺമോഹത്തിലും ജീവിതത്തിൻ്റെ പ്രതാപത്തിലും അജ്ഞതയിലും മിഥ്യാമോഹത്തിലും ദുർമനസാക്ഷിയിലും എടുത്ത ഒത്തിരി തീരുമാനങ്ങളാണ് ഇന്നത്തെ ദുഃഖത്തിന് കാരണം. അത് ഏറ്റു പറയാമെങ്കിൽ കർത്താവിന് പരിഹാരം വരുത്തിയിട്ട് തലയോട് ചേരുന്ന ഉടലായി തലയ്ക്കുള്ളതെല്ലാം ഉടലിനും കിട്ടുമെന്നുള്ള ഒരു പ്രത്യാശ ഈ വേദഭാഗം തരുന്നുണ്ട്. ഈ സഹോദരന്മാർക്ക് ക്ഷാമം വന്നത് ഒരു അനുഗ്രഹമായിപ്പോയി. ആ ക്ഷാമം വന്നുകൊണ്ടാണ് മിസ്രൈമിൽ ഈ യോസേഫിൻ്റെ അടുത്ത് അവർക്ക് വരാനിടയായത്. മിഥ്യാബോധത്തോടുകൂടി പോയ ആ ദൂർത്ത പുത്തൻ അല്ലെങ്കിൽ മുടിയം പുത്തന് ക്ഷാമം വന്നതൊരു ഭാഗ്യമാണ്. അവൻ ആരെങ്കിലും ആഹാരം കൊടുത്തിരുന്നില്ല, അവൻ കുറേ നാളിലൂടെ കിടന്നേനെ. അവൻ വന്ന വഴി ആരെങ്കിലും കുറേ രൂപ കൊടുത്തിരുന്നെങ്കിൽ അവൻ അതും കൊണ്ട് അലഞ്ഞു കിടന്നേനെ. ആർക്കും അവനോട് കരുണ തോന്നാവുന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അത് ഭാഗ്യമെന്ന് കാണാൻ സാധിക്കുമോ? ആർക്കും നമ്മളോട് സ്നേഹമില്ലാതെ വരുന്നത്, ആർക്കും നമ്മളോട് കരുണയില്ലാതെ വരുന്നത്, എല്ലാവരും നമ്മളെ വഞ്ചിക്കുന്നത്, നമ്മളെ ഒറ്റപ്പെടുത്തുന്നതിനകത്തൊരു സ്നേഹമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ മടക്കി വരുത്താൻ ദൈവം കൂടെ കൂടി എല്ലാം നമ്മളെ വഴികളെല്ലാം അടച്ചതാണെന്നുള്ളതായി വിചാരിച്ച് നന്ദി പറയരുതോ? പരാജയങ്ങൾ ദൈവം തരാൻ പോകുന്ന വിജയത്തിലേക്ക് നമ്മൾ ആനയിക്കാനുള്ള ഒരു മുഖാന്തരമാണ്. ദുഃഖങ്ങൾ ദൈവം കരുതിയിരിക്കുന്ന സന്തോഷത്തിലേക്കുള്ള വഴികളാണ്. അതെല്ലാം പ്രാർത്ഥനാ വിഷയമാക്കിയാൽ ആ നല്ല വശം നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. യാക്കോബിൻ്റെ മക്കൾ ഇവിടെ ഇതാ ദുഃഖിക്കുന്നു.
അവർ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഇങ്ങോട്ട് വന്നാൽ ഉടനെ ധാന്യം വാങ്ങിച്ചാൽ പോകാമെന്നാണ് വിചാരിച്ചത്. പറ്റിയില്ല. പ്രതീക്ഷിക്കാത്ത കേസുകൾ വരിക, അവരെ ചാരന്മാരായിട്ട് ആരോപിച്ച് അവരെ ദണ്ഡിപ്പിക്കുന്നു, പീഡിപ്പിക്കുന്നു, ജയിലിലിടുന്നു. ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളെല്ലാം അവരെ ദൈവം കരുതിയിരിക്കുന്ന വലിയ ക്ഷേമമായ അന്തരീക്ഷത്തിലേക്ക് നയിക്കാനുള്ള വഴികൾ തന്നെയായിരുന്നു. തൊട്ടടുത്ത് അവരെ സ്നേഹിക്കുന്ന യോസേപ്പിൻ്റെ കരുതലുകളുണ്ട്. അവർ കുറേ നാൾ കഴിയുമ്പോൾ അവരുടെ അവർക്ക് കുറ്റബോധം വന്ന് അവർ ദൈവവുമായി സഹകരിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് എന്തെല്ലാം കിട്ടി? ഗോശേൻ ദേശം മുഴുവൻ താമസിക്കാൻ കിട്ടി. രാജ്യത്തിൻ്റെ VIP-കളായിട്ട്, ആ രാജ്യത്തെ അതിഥികളായിട്ട് അവർ താമസിക്കുക. ഒരു രാജാവിൻ്റെ അതിഥികളായി എല്ലാ സുഖസൗകര്യങ്ങളോട് ജീവിക്കാനുള്ള അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നതിന് മുമ്പായി സങ്കടം വന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അനുഭവിക്കുന്ന ആത്മീയവും മാനസികവും ശാരീരികമായ സങ്കടങ്ങളെ അപ്പുറത്ത് ദൈവരാജ്യത്തിന് നീതി, സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു, മറിഞ്ഞിരിക്കുന്നു. അതിലേക്ക് കടന്നു പോകണമെങ്കിൽ ഇന്നത്തെ സങ്കടത്തിൻ്റെ കാരണം കണ്ടുപിടിച്ച് ഒരു സത്യകുമ്പസാരം നടത്തണം. ഈ സഹോദരന്മാർ പരസ്യമായിട്ട് ഒരു കുമ്പസാരമാണ് നടത്തി. സഹോദരന്മാർ വന്നില്ലേ? നമ്മുടെ സഹോദരൻ യോസേപ്പിനോട് നമ്മൾ ചെയ്ത ദ്രോഹത്തിന്റെ ശിക്ഷയാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നുണ്ടാവുക. എന്താ 41 പറഞ്ഞത്? അപ്പൊ ഉൽപ്പത്തി 42:21 ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാണ്. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവന്റെ പ്രാണസങ്കടം കണ്ടാറേയും അവന്റെ അപേക്ഷ കേട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്നവർ തമ്മിൽ പറഞ്ഞു. അങ്ങനെ ഒരു കുറ്റബോധം വരുത്താൻ വേണ്ടിയാണ് നമുക്ക് ഈ ഞെരുക്കങ്ങളും സങ്കടങ്ങളെല്ലാം അറിയുന്നത്. ഓക്കെ, ഇത്ര ഇപ്പോൾ പറയുന്നുള്ളൂ. ഇന്ന് വായിച്ച തിരുവചനങ്ങളെല്ലാം നമ്മളെ കുമ്പസാരത്തിന് ഒരുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ആരോടും പരിഭവം വേണ്ട, പരാതി വേണ്ട, പിറുപിറുപ്പും വേണ്ട. കർത്താവ്, ഞാൻ തന്നെയാണ് എൻ്റെ ഇന്നത്തെ ദുഃഖത്തിന് കാരണക്കാരി. ഞാനിത് ഏറ്റു പറഞ്ഞിരിക്കുന്നു. ഞാൻ തലയോട് ചോദിക്കാതെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടി, തലയെ അറിയിക്കാതെ പല കാര്യങ്ങൾ ചെയ്തു. ജഡമോഹത്തിലും കൺമോഹത്തിലും ജീവിതത്തിൻ്റെ പ്രതാപത്തിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടി. അതിൻ്റെ ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേറെ ആരോടും എനിക്ക് പരിഭവമില്ല. ഞാൻ തന്നെയാണ് എൻ്റെ ഇന്നത്തെ പ്രശ്നത്തിന് ഉത്തരവാദി, എൻ്റെ പരാജയങ്ങൾക്കെല്ലാം കാരണം. പക്ഷേ പരാജയത്തെ വിജയമാക്കാൻ കഴിയുന്ന യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. ധൂർത്തപുത്രൻ അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നതുപോലെ ഈ സഹോദരങ്ങൾ അവരുടെ കുറ്റങ്ങൾ സമ്മതിച്ചുകൊണ്ട് ആ അപ്പനോടും അമ്മയോടും കൂടെ ആ ഗോശൻ ദേശത്ത് താമസിച്ച് അവർ ക്ഷേമമായി കഴിഞ്ഞ അവസ്ഥയിലേക്ക് ആനയിക്കപ്പെട്ടതുപോലെ നമ്മളെ ആനയിക്കാൻ പോവുകയാണ്. അതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ എല്ലാ പാവങ്ങളെ ഏറ്റുപറയാനിപ്പോൾ പാപമോചന പ്രാർത്ഥന ആവശ്യമുള്ളൂ. കുറ്റബോധത്തോടെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നിങ്ങൾ കണ്ണുനീരോടെ പാപമോചന പ്രാർത്ഥനയ്ക്ക് വിധേയമാകാമെങ്കിൽ ആ യാക്കോബിൻ്റെ മക്കൾക്ക് ദൈവം കരുതിയ അനുഗ്രഹങ്ങൾ നമുക്ക് നമ്മുടേതുമാകാം. പുതിയ ഇസ്രായേലിന് ആകുന്ന നമുക്ക് അത് ലഭിക്കാൻ പോവുകയാണ്. ആഗ്രഹിക്കുന്നവർക്ക് മുൻപോട്ട് വരാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അധ്യായം 13 വാക്യങ്ങൾ 28 മുതൽ 37 വരെ. അത്തിവൃക്ഷത്തിൽ നിന്ന് ഒരു പാഠം പഠിക്കുക. അതിന് ഇളംകൊമ്പുകൾ ഉണ്ടായി, ഇലകൾ തളർക്കുമ്പോൾ വേനൽക്കാലമായെന്ന് നിങ്ങൾ അറിയുന്നു. അപ്രകാരം തന്നെ ഇവയെല്ലാം സംഭവിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അന്ത്യം വാതിൽക്കൽ എത്തിയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുവോളം ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും നശിച്ചു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ നിലനിൽക്കും. എന്നാൽ ആ നാളോ നാഴിയോ ആരും അറിയുന്നില്ല, പിതാവല്ലാതെ സ്വർഗത്തിലെ മാലാഖമാരോ പുത്രൻ പോലുമോ അറിയുന്നില്ല. ആ സമയം എപ്പോൾ വരുമെന്ന് അറിയാത്തതിനാൽ നിങ്ങൾ സൂക്ഷ്മതയോടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. വീട് വിട്ട ദൂരദേശത്തേക്ക് പോയ ഒരുവൻ തൻ്റെ ദാസന്മാർക്ക് അവരവരുടെ ചുമതലയും കാവൽക്കാരനെ ഉണർന്നിരിക്കുവാനുള്ള കൽപ്പനയും നൽകുന്നത് പോലെ ആണിത്. ആകയാൽ ഉണർന്നിരിക്കുക. ഗൃഹനാഥൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എപ്പോൾ വരുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവൻ പെട്ടെന്ന് വരുമ്പോൾ നിങ്ങളെ ഉറങ്ങുന്നവരായി കാണരുതല്ലോ. ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരോടുമായിട്ടാണ്. നിങ്ങൾ ഉണർവുള്ള ആയിരിക്കുക, ഒരു സ്വല്പസമയം ഇരിക്കുക. ശ്ലീബാ പെരുന്നാളിന് ശേഷമുള്ള 1-ാം ഞായറാഴ്ച നമ്മൾ ഈ തിരുവചനം വായിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എപ്പോഴാണെന്ന് കർത്താവിന് പോലും അറിയാൻ പാടില്ല, പിതാവിന് മാത്രമേ അറിയാവൂ. അതുപോലെ തന്നെ നമ്മുടെ മരണം എപ്പോഴാണെന്ന് ആർക്കും അറിഞ്ഞൂടെ, പിതാവിനെ അറിയാവൂ.
ഇനി രണ്ടു കൂട്ടം കാര്യം തീർച്ചയായിട്ടും നടക്കാൻ പോകുന്ന കാര്യമാണെങ്കിലും നമുക്കത് അറിഞ്ഞുകൂടാ, മറ്റാർക്കും അറിഞ്ഞുകൂടാ. അത് മറച്ചു വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ ഉദ്ദേശം നമ്മൾ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ കർത്താവിൻ്റെ വരവോ നമ്മുടെ മരണമോ ഏതെങ്കിലും ഒന്ന് എപ്പം വേണേലും സംഭവിക്കാം, അടുത്ത മിനിറ്റ് സംഭവിക്കാം. ഇത് രണ്ടും എപ്പോൾ വേണേലും സംഭവിക്കാം. പക്ഷെ അതെപ്പോൾ സംഭവിക്കുന്നത് നമുക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് എന്നും എപ്പോഴും ഉണർന്നിരിക്കണമെന്നാണ് പറയുക. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ അവസാന ദിവസമാണെന്ന് വിചാരിക്കുക ഏറ്റവും നല്ലത്. ഇത് നമ്മുടെ അവസാനത്തെ ഞായറാഴ്ചയാണെന്ന് വിചാരിക്കുക നല്ലത്. അടുത്ത ഞായറാഴ്ച ഉണ്ടാകുന്ന തന്നെ ഉറപ്പ്, വലിയ ഉറപ്പുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് അവസാനത്തെ ഞായറാഴ്ചയാണ്. ഇപ്പം കർത്താവ് ഇനി വരികയാണെന്നിരിക്കട്ടെ. അപ്പോൾ എന്നും കർത്താവ് വരുമെന്ന് വിചാരിക്കണം. എന്നും മരിക്കാനുള്ള സാധ്യതയും കുറച്ചുകൊണ്ട് എല്ലാ കണക്കും തീർത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങിയത് ഇത് അവസാനത്തെ ശനിയാഴ്ചയാണ്, കണക്കെല്ലാം ക്ലോസ് ചെയ്ത് ആണ് നിങ്ങൾ കിടന്നത്. അങ്ങനെ എല്ലാ ദിവസവും അവസാന ദിവസമാണ്, ഇന്ന് കർത്താവ് വരുന്ന ദിവസമാണെന്ന് വിചാരിച്ചോളാം. അങ്ങനെ നമ്മളെല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യേണ്ടത് ചെയ്ത് കടന്നു പോകുന്ന മിനിറ്റുകൾ നമ്മുടെ അവസാനത്തെ മിനിറ്റാണെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ജീവിച്ചാലേ കർത്താവിൻ്റെ വരവെങ്കിൽ മണവാട്ടിയായി ശോഭിക്കാൻ ഒക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ കല്യാണം മുടക്കാൻ ആഗ്രഹിക്കുന്ന തിന്മ ഈ ലോകത്തിലുണ്ട്. ആ തിന്മ നമ്മുടെ പല കാര്യങ്ങളും മുടക്കി നീട്ടി കൊണ്ടുപോയിരിക്കുന്നതിൻ്റെ അതിൻ്റെ പ്രയോജനം നമ്മൾ എടുക്കുന്നുണ്ടോ? ഇത് കർത്താവ് നീട്ടിക്കൊണ്ടുപോകാൻ കാരണം നമ്മളെ സൽഗുണപൂർണ്ണരാകാനാണ്. ഈ പിതാവിൻ്റെ എല്ലാ സ്വഭാവവും പുത്രനുള്ളതുപോലെ പുത്രൻ്റെ എല്ലാ സ്വഭാവവും ഈ പുത്രനോട് ചേരുന്ന മണവാട്ടിക്ക് വേണം, എങ്കിലേ പൊരുത്തം ഉണ്ടാകുള്ളൂ. അപ്പോൾ പൊരുത്തം മുടക്കികൾ ഇന്നും ഉള്ളതുകൊണ്ടാണ് കർത്താവിൻ്റെ വരവ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ പൊരുത്തം മുടക്കികളെ കണ്ടുപിടിച്ച് മാറ്റാൻ ഒരു ദിവസം കൊണ്ട് കിട്ടിയിരിക്കുന്നു. നന്ദി പറയണ്ടേ കർത്താവ്? ഇതുവരെ വരാഞ്ഞതിന് നന്ദി, ഇന്നലെ വരാഞ്ഞതിന് നന്ദി, അപ്പൊ ഇതുവരെ വരാഞ്ഞതിന് നന്ദി. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് എന്തെല്ലാം പൊരുത്തം മുടക്കികളുണ്ട്, എനിക്ക് എത്ര ഉണർവ് മുടക്കിയുണ്ട്, ബോധം മുടക്കിയുണ്ട്, ഒത്തിരി മുടക്കികൾ. അതുകൊണ്ട് നമുക്ക് എന്തുമാത്രം മുടക്കികളുണ്ടെന്നുള്ള കാര്യം സങ്കീർത്തനക്കാരൻ 34 സങ്കീർത്തനത്തിൽ കണ്ടെത്തി എഴുതി വെച്ചിട്ടുണ്ട്. അസംഖ്യവും മാത്രമേ എഴുതിയിട്ടുള്ളൂ. സങ്കീർത്തനക്കാരൻ അത്രേ പിടികിട്ടിയുള്ളൂ, അസംഖ്യം. നീതിമാന്റെ അനർത്ഥം 34 സങ്കീർത്തനം ഇന്ന് വായിക്കാനുണ്ട്. അപ്പൊ ഇന്നത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ അത്രയും പിടികിട്ടി, അസംഖ്യ അനർത്ഥങ്ങളുണ്ട്. ഈ അസംഖ്യ അനർത്ഥമുള്ളിടത്ത് നമ്മൾ എന്തിനാ ഇട്ടിരിക്കുന്ന കർത്താവ്? അപ്പോൾ ഈ അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുതൽ ബാധിച്ച് എനിക്ക് എൻ്റെ കർത്താവിനോട് ചേരണം എന്നുള്ള ആശ നമുക്ക് വരുത്താൻ വേണ്ടിയാണ് അസംഖ്യം അനർത്ഥങ്ങൾ. അത് പുതിയ നിയമത്തിൽ വന്ന പരിശുദ്ധാത്മാവിലായി കഴിയുമ്പോൾ കൃത്യസംഖ്യ ഇപ്പം എഴുതി കാണിക്കും. നിങ്ങളിവിടെ എത്ര പേര് വന്നിട്ടുണ്ടെന്നും നിങ്ങൾക്ക് എത്ര അനർത്ഥങ്ങളുണ്ടെന്നുള്ള കാര്യം സ്വർഗത്തിലെ കമ്പ്യൂട്ടറിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുക. കളി നടക്കുന്ന സ്ഥലത്ത് സ്കോർ എഴുതി കാണിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? ഓരോ തരം കളികൾ നടത്തുന്നത് ഇലക്ട്രോണിക് സ്കോർ എഴുതി കാണിക്കും. ഇന്നലെ ഇത്ര. ഇപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ നന്മയും തിന്മയുമായ യുദ്ധത്തിനിടയിൽ നമ്മൾ ഏതെല്ലാം കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു, ഏതെല്ലാം കാര്യങ്ങൾ തിന്മയ്ക്ക് അവകാശമുണ്ട്. ഇപ്പം കർത്താവ് വരികയാണെങ്കിൽ പോകുന്നതിന് തടസ്സം എത്രയുണ്ട്, ഇത് കണ്ടുപിടിച്ച് പരിഹരിക്കാനാണ് കർത്താവ്. ഇത് ഇപ്പം എനിക്ക് അറിയണ്ട, പിതാവ് ഇതെല്ലാം അറിഞ്ഞിട്ട് എൻ്റെ കണ്ണ് കാണിക്കുക, ഞാൻ എടുത്തങ്ങ് ചാടിക്കോളാം എന്ന് പറയും. പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നുകൊണ്ട് കർത്താവ് കല്യാണത്തിന് ഒരുങ്ങുകയാണ്, നമ്മളെ ഒരുക്കുകയാണ്. പിതാവ് കണ്ണ് കാണിക്കും, മോനെ ചാടിക്കോളാം, സമയമായിരിക്കുന്നു. അവർ എടുത്ത ഒറ്റ ചാട്ടമാണ്, മധ്യാകാശത്തിൽ വന്നിരിക്കും, നമ്മൾ ഒറ്റ കുതിക്കൽ പറന്നങ്ങ് പോവുകയുമാണ്. കണ്ണടച്ച് നടക്കുന്നതിൽ കാര്യം നടക്കും. പക്ഷെ അതിനു മുമ്പേ മുടക്കികളെ നമ്മൾ മാറ്റാൻ ഈ സർവ്വ മുടക്കികളുടെ എണ്ണ ഇതിപ്പോൾ കിട്ടുന്നവർക്ക് അറിയാവും. നിങ്ങൾക്ക് എത്ര മുടക്കിയാണ്? സ്വയപരിശോധനാ സഹായിയിൽ ഒരു ചോദ്യം, എനിക്ക് എത്ര മുടക്കികളുണ്ട്? ഒത്തിരി മുടക്കികളുണ്ട്, ആയിരക്കണക്കിന് മുടക്കികളുണ്ട്. ആ മുടക്കികൾക്ക് പകരം കൊടുത്തതിനെ മാറ്റാനുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇവിടെ വരുമ്പോഴെല്ലാം അത് വായിച്ചേച്ച് വേണം വരാൻ, അല്ലെ ആ പുസ്തകം കൊണ്ട് വേണം വരാൻ. 32 ചോദ്യമുള്ള ആ സ്വയപരിശോധനാ സഹായിയിൽ ഓരോ ദിവസത്തെയും സ്കോറ് കർത്താവ് എഴുതി കാണിക്കുന്നുണ്ട്. എല്ലാ കുർബാനയ്ക്കും എഴുതി കാണിക്കുന്നത് ഇന്ന കാര്യത്തിന് നിലവാരം ഇന്നതാണ്, ഇന്നയാളിൻ്റെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുക. അത് നോക്കിയിട്ടാണ് നിങ്ങളുടെ ഈ ബുക്കിൽ എഴുതി തരുന്നത്. അപ്പോൾ ആ ഒരു ആകാംക്ഷ വേണം, എൻ്റെ കർത്താവ് നീ ഇന്ന് വരാഞ്ഞിന് നന്ദി, ഇന്ന് എപ്പോഴാണ് വരുന്നത് അറിയാൻ പാടില്ല, എനിക്ക് എത്ര സർവ്വമുടക്കികളുണ്ട്, ആ എണ്ണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എനിക്ക് ഇത്ര 1000 സർവ്വമുടക്കികളുണ്ട്, അതിന് പകരവും കർത്താവ് ആയിരക്കണക്കിന് മുടക്കികൾക്ക് പകരവും കൊടുത്ത നിർത്തിയിരിക്കുക. ഇത് നമുക്കതിനകത്ത് യാതൊരു ചൂടുമില്ല. ഇങ്ങനെ നമ്മൾ ആയിരക്കണക്കിന് മുടക്കികളെ മാറ്റി കല്യാണത്തിനുള്ള തടസ്സം മാറ്റാൻ വേണ്ടി തന്നിരിക്കുന്ന അവസരം നമ്മൾ വേറെ എന്തൊക്കെയോ ചിന്തിച്ച് നടക്കുക. സർവ്വ മുടക്കികളുടെ എണ്ണം കുറച്ച് 0 ആക്കിയാൽ മാത്രമേ നമുക്ക് കല്യാണത്തിന് പോകാൻ പറ്റുള്ളൂ. അത് നമ്മളെ കൊണ്ട് വരികയില്ലേ, പറ്റുന്നവനെ ആശ്രയിക്കാനേ.
നമ്മളെ കൊണ്ട് പറ്റുകയെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ പറ്റുന്ന ഒരാളുടെ ദൈവത്താൽ അസാധ്യമായ കാര്യം ഒന്നുമില്ല. അപ്പൊ ആ ഒരു ബോധ്യത്തിൽ എന്നെ കൊണ്ട് പറ്റുന്നില്ല കർത്താവേ, ഞാൻ മുകളിലോട്ട് പോകുന്നവരും താഴോട്ടാ പോകുന്നത്, ഞാൻ സ്വയത്തിൽ ആശ്രയിക്കുന്നു, നിന്നിൽ ആശ്രയിക്കുന്നില്ല, എന്നോട് കരുണയുണ്ടാകണമെന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് ആശ്രയിക്കാമെങ്കിൽ തല പറയുന്നതനുസരിച്ചാൽ മതി, കർത്താവ് കാര്യം സാധിച്ചു തരുമെന്നാണ്. അപ്പൊ എന്താണ് ഈ മുടക്കികൾ നമ്മൾ നിലനിൽക്കാൻ കാരണം എന്നുള്ള ഇന്നലെ പറഞ്ഞതാണ്. ഇന്നലെ നമ്മൾ വായിച്ചത് പ്രഭാതത്തിൽ വായിക്കേണ്ടതായ മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 36 മുതൽ 51 വരെ വായിച്ചു. അതിൽ 49 വാക്യത്തിൽ നമുക്ക് എന്തുകൊണ്ട് യേശുവിൻ്റെ വരവ് അറിയാതെ നമ്മൾ തള്ളപ്പെടും, അതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവ് വരാൻ താമസിക്കുമെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞിട്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കാതെ പല കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. ദുഷ്ടദാസൻ, നമ്മൾ ദുഷ്ടദാസിയോ ദുഷ്ടദാസനോ ആണെങ്കിൽ, സമാധാനം ഇല്ലാത്തവരാണെങ്കിൽ, കലങ്ങി മറിയുന്ന ഹൃദയമുള്ളവരാണെങ്കിൽ, അവരുടെ ഹൃദയത്തിൽ അവർ പറയുന്ന കാര്യമാണ് ദൈവമൊന്നും വരാനും പോകുന്നില്ല, ഇന്നിപ്പോൾ എൻ്റെ കാര്യമാണ് നടക്കട്ടെ. എത്ര നാളായി ഇതൊക്കെ ഈ പ്രസംഗം തുടങ്ങിയിട്ട് കാര്യം പറയാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ പ്രസംഗന്മാരുടെ ഒരു വിഷയമാണ് രണ്ടാമത്തെ വരവ്. ചെറുപ്പാറ്റിനും അത് എഴുതിയിരിക്കുക, അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പ്രാണക്കുട്ടി സർവ്വ മുടക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് എൻ്റെ കാര്യം നടക്കണ്ടേ എന്ന് പറഞ്ഞ് നമ്മുടെ കാര്യം നടത്തി അങ്ങ് പോയാൽ നമ്മളറിയാത്ത സമയത്ത് നടക്കുമെന്നാണ് മതി. അപ്പം അങ്ങനെ നമ്മുടെ ദുഷ്ടദാസരായി, സമാധാനം ഇല്ലാത്തവരായി, കലങ്ങി മറിയുന്ന ഹൃദയവുമായിട്ട് യജമാനൻ വരാൻ താമസിക്കുമെന്ന് ഹൃദയം കൊണ്ട് പറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ട് ഇങ്ങനെ പല കാര്യം പറഞ്ഞിട്ടാണ് ഓരോ കാര്യത്തിൽ അങ്ങ് എഴുതിയാടുന്നത്. അപ്പോൾ ഹൃദയത്തിൻ്റെ പറച്ചിൽ ഹൃദയത്തിൻ്റെ ഇടയനായ കർത്താവിനോട് ചോദിച്ചു വേണം പറയാൻ. ഹൃദയത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് രാജാവായി വാഴേണ്ട ആളാണ് പ്രാണപ്രിയനായ യേശു. ആ പ്രാണപ്രിയനായ യേശുവിനോട് ചോദിക്കണം, എനിക്ക് കർത്താവ് ഇങ്ങനെ തോന്നുന്നു, ഞാൻ ചെയ്യട്ടെ, ഞാൻ അങ്ങനെ പോകട്ടെ. അങ്ങനെ ചോദിക്കാതെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ പറയുന്നത്. ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും കൂട്ടുകാരെ അടിക്കുവാൻ തുടങ്ങുകയും ചെയ്താൽ, മദ്യപരോടുകൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നെങ്കിൽ അവർ വിചാരിക്കാത്ത നാളിലും അറിയാത്ത നേരത്തെ യജമാനൻ വരും, അവർ നമ്മളെ പിരിച്ചുവിടും, അവകാശം കവടഭക്തന്മാരുടെ ആകും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുന്നവർ. അപ്പൊ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് നമ്മൾ തള്ളപ്പെടണമെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം ചെയ്തേച്ചാൽ മതി. ദൈവം വരാൻ താമസിക്കുന്നു, എല്ലാവരുടെയും കേസെടുക്കുക, അവരെ വിധിക്കുക, അവരെ അടിക്കുക, അവരെ പരിഹസിക്കുക, ഇതൊക്കെ ചെയ്താൽ നമ്മളറിയാത്ത സമയത്ത് യേശു വന്നിട്ടങ്ങ് പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതെല്ലാം ഏറ്റുപറയേണ്ട ദിവസമാണെന്ന് ഒരിക്കൽ കൂടെ നമ്മൾ പാവോചന പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. സ്വർഗത്തിലെ പിതാവിനോട് ചോദിക്കാതെ, പുത്രനോട് ചോദിക്കാതെ, ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാകാതെ നമ്മൾ പലരുടെയും കുറ്റമെടുത്തു, അവരെ കുറ്റം വിധിച്ചു, അവരെ അടിച്ചു, അവരെ പരിഹസിച്ചു, അവരെ ശിക്ഷിച്ചു എന്ന് നമ്മൾ നീതിമാൻ കളിച്ച് നടക്കുകയാണെങ്കിൽ ശിക്ഷ വരാൻ പോവുകയാണ്. അതിപ്പോൾ നമ്മൾ ഏറ്റുപറയാൻ പോവുകയാണ്. മദ്യപരോട് തിന്നു കുടിച്ച് ബോധം കെട്ട് ധർമ്മങ്ങൾ നിർവഹിക്കാതെ അധർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ വരവ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അപ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞത് അതിൽ നമ്മളെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. കർത്താവ്, എനിക്ക് കരച്ചിലും വേണ്ട, പല്ലുകടിയും വേണ്ട, എനിക്ക് കർത്താവിനോട് സന്തോഷിക്കണം, അത് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഒരിക്കലും കൂടെ പാവോചന പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളെ, ശ്ലീബാ പെരുന്നാളിന് ശേഷമുള്ള ഒന്നാം ഞായറാഴ്ച കർത്താവിനെ ആരാധിപ്പാനും ധ്യാനിപ്പാനും വിശുദ്ധ കുർബാനയിൽ സംബന്ധിപ്പാനും അനുഭവിപ്പാനും എല്ലാം തന്നിരിക്കുന്ന ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. ഇന്നത്തെ ആരാധനയിൽ അപ്പം മുറിക്കുകയും വചനം മുറിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കിട്ടിയതായ ശക്തി, അത് സൗഖ്യദായകമായതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം തരുവാൻ കർത്താവ് മതിയായവനാകുന്നു എന്നുള്ള കാര്യം തെളിയിച്ചുകൊണ്ട് സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ് എന്നുള്ള വചനപ്രകാരം നമുക്ക് സംഭവിച്ച എല്ലാ കാര്യത്തിനും ഒരു നല്ല വശമുണ്ടെന്നുള്ള കാര്യം ഓർക്കുമ്പോൾ എല്ലാത്തിനും നന്ദി പറയാൻ സാധിക്കും. സന്തുഷ്ട ഹൃദയം നല്ല ഔഷധം. ആത്മശരീരമനസ്സുള്ള സൗഖ്യത്തിന് സന്തുഷ്ടി ലഭിക്കുന്നത് എങ്ങനെയാണ്? നല്ലവനായ ദൈവം എന്തെല്ലാം നല്ല കാര്യങ്ങൾ കരുതിക്കൊണ്ടാണ് നമുക്ക് ഇന്ന് സംഭവിച്ചിരിക്കുന്ന, ഇതുവരെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അനുവദിച്ചതെന്ന് മനസ്സിലാകുമ്പോഴാണ് സന്തുഷ്ടി ലഭിക്കുന്നത്. നമുക്ക് സംഭവിച്ച കാര്യങ്ങളുടെ നല്ല വശവും ലാഭകരമായ വശവും അറിയുമ്പോഴാണ് നമുക്ക് നന്ദിയും സ്നേഹവും കടപ്പാടും ഉണ്ടാകുന്നത്. നമ്മൾ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് സന്തുഷ്ടി നൽകുന്നതല്ലായിരുന്നു. നഷ്ടവും കഷ്ടവും സങ്കടവും ദുഃഖവും പരാജയവും വരുത്തിയ കാര്യങ്ങൾ നമുക്ക് ഒത്തിരി അസ്വസ്ഥതയുണ്ടാക്കി, നിന്ദയുണ്ടാക്കി, പരിഹാസം ഉണ്ടാക്കി,
അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്കെന്നാ ഇങ്ങനെ, എനിക്ക് മാത്രം എന്നാ ഇങ്ങനെ, മറ്റവർക്ക് അങ്ങനെ ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള താരതമ്യ പഠനത്തിൽ നമുക്ക് ഒത്തിരി അധസ്ഥിതി ബോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ വായിച്ചു കേട്ടതായ തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തെ കേന്ദ്രമാക്കി ദൈവത്തിൻ്റെ കണ്ണിലൂടെ എല്ലാ കാര്യങ്ങളും കാണുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും നന്ദി പറയാൻ സാധിക്കും, എല്ലാത്തിനെയും പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഇന്ന് നമുക്ക് കേട്ടതായ ഏറ്റവും വലിയ സന്ദേശം. സ്ലീവാ പെരുന്നാളിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ച 1 കൊരിന്ത്യർ 2 അധ്യായത്തിൻ്റെ 10 തൊട്ട് 16 വരെ ഇന്ന് വായിക്കാനുള്ളതായിരുന്നു. അത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പൗലോസ്ലിഹായ്ക്ക് എങ്ങനെ എല്ലാത്തിനും നന്ദി പറയാൻ സാധിച്ചു? പൗലോസ്ലിഹായ്ക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും സ്തോത്രത്തോടെ താൻ സ്വീകരിച്ചു. അതെല്ലാം തലയാൽ കുത്തിനോളം വളരുവാൻ, ആ യേശുവിൻ്റെ മണവാട്ടിയായി മാറുവാൻ, തൻ്റെ പ്രാണനെ മുഴുവൻ യേശുവിൽ എത്തിക്കുവാൻ അത് ഉപകരിച്ചു എന്നുള്ളതുകൊണ്ടാണ് പൗലോസിന് എല്ലാത്തിനും നന്ദി പറയാൻ കഴിഞ്ഞത്. ആ ദർശനവും ആ വെളിപ്പാടും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളുമായി ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ഈ ദേവാലയത്തിൽ വെച്ച് മാത്രം കിട്ടുന്ന വെളിപ്പാടുകളുണ്ട്. അടുക്കളയിൽ വെച്ചോ, വീട്ടിൽ വെച്ചോ, ഓഫീസിൽ വെച്ചോ, യാത്രയിലോ നമുക്ക് മനസ്സിലാകാത്ത ഒത്തിരി കാര്യങ്ങൾ വരും. അത് നമ്മളെ അസ്വസ്ഥരാക്കാനും ദുഃഖിപ്പിക്കാനും സാധ്യതയുണ്ട്. പക്ഷെ അന്നേരം വിചാരിച്ചോണം, ഞാൻ ഈ അനുഭവമായി ആരാധന സ്ഥലത്തേക്ക് പോകുമെന്ന് തീരുമാനിക്കണം. ആരാധന സ്ഥലത്ത് കൂതാശ ചെയ്യപ്പെട്ട ആരാധന സ്ഥലത്ത് മാത്രം കർത്താവ് സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ വേറെ എങ്ങു വെച്ചും കർത്താവ് സംസാരിക്കാത്ത കാര്യങ്ങളുണ്ട്. അതിൻ്റെ കാരണം എന്നാണെന്നറിയാം. ഈ സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ മാത്രം അറിയേണ്ട രഹസ്യങ്ങൾ കർത്താവ് നമ്മളോട് പറയാനുണ്ട്. അത് വേറെ ആരെങ്കിലും കേൾക്കുമെന്ന് നമുക്ക് തോന്നിയാൽ പറയുമോ? ഇല്ല. അപ്പോൾ രഹസ്യമായ ഒരു സ്ഥലം കണ്ടെത്തിയാലേ മണവാളിനെ മണവാട്ടിയോട് സംസാരിക്കാൻ ഒക്കൂ. ഹോശേയ 2:14 പറയുന്നത്, ഞാൻ നിന്നെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഞാൻ കൃത്യമായി നിന്നോട് സംസാരിക്കണം. മരുഭൂമി പോകാൻ മനസ്സില്ലാത്തത് കൃത്യമായി സംസാരം കേൾക്കാനും പോകും. അപ്പോൾ മരുഭൂമിയിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാകില്ല. അയ്യോ, ആരുമില്ലല്ലോ, ഒറ്റയ്ക്കായി പോയല്ലോ, യാതൊരു സ്വസ്ഥതയില്ലെന്നൊക്കെ തോന്നും. പക്ഷേ ഈ വചനം ഓർമ്മ വന്നാൽ എൻ്റെ പ്രാണപ്രിയൻ എന്നെ മരുഭൂമിയിലേക്ക് രഹസ്യമായി കൂട്ടിക്കൊണ്ട് പോവുക, കയ്യെ പിടിച്ചിട്ടുണ്ട്. ആരും ഇല്ലെന്ന് ഉറപ്പ് വരുമ്പോൾ വർത്താനം തുടങ്ങുന്നത് മധുരഭാഷണമായിരിക്കും. അപ്പോൾ കർത്താവ് നമ്മളോട് മധുരമായി സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, വേറെ ആരും കേൾക്കരുതെന്ന് നിർബന്ധവുമുണ്ട്. അപ്പോൾ നമ്മളോട് കർത്താവ് വർത്താനം പറയുന്നത് കേട്ട കർത്താവിന് വേറെ ആരും സ്നേഹിക്കാനില്ലെന്ന് തോന്നിപ്പോകും കേട്ടോ. നമ്മൾ മാത്രമേ ഉള്ളെന്ന് തോന്നും. എല്ലാവരും അങ്ങനെ തോന്നും കേട്ടോ. അത് അറിഞ്ഞിരിക്കുക. നമ്മൾ ആരോട് അസൂയപ്പെടണ്ട. കർത്താവിന് എല്ലാവരോടും സ്നേഹമാണ്. പക്ഷെ എല്ലാവരെയും വ്യക്തിപരമായി കൂട്ടിക്കൊണ്ടുപോയി വർത്താനം പറയുകയും ചെയ്യും. അതുകൊണ്ട് കർത്താവിൻ്റെ ഒരു പ്രത്യേകത അതാണ്. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ എല്ലാവരുടെയും വിചാരം എൻ്റെ നേരെയാണ് സൂര്യൻ ഉദിക്കുന്നത്. ഭൂമിയുടെ ഏത് ഭാഗത്ത് സൂര്യൻ ഉദിച്ചാലും അങ്ങനെയായി ഭൂഗോളത്തിൻ്റെ സൂര്യഗോളത്തിൻ്റെ എല്ലാം ഘടന അങ്ങനെയാണ്. അങ്ങനെ ആർക്കും അങ്ങനെ തോന്നണം, സൂര്യൻ എൻ്റെ നേരെ എനിക്ക് വേണ്ടി ഉദിച്ചു വരും. അപ്പോൾ അതുപോലെ നീതി സൂര്യനായ കർത്താവും നമ്മുടെ നേരെ ഉദിച്ച് നമ്മുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നമ്മുടെ കയ്യെ പിടിച്ചുകൊണ്ട് നമ്മുടെ ചെവിയിൽ പല കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ അനുഭവത്തിലേക്ക് പോകുന്ന വഴി വരേണ്ടതും ഏകാന്തതയുള്ളതുമാണ്. ഈ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കേൾക്കുന്നവരെയും കാത്തിരിക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് ഒന്നും മിണ്ടുന്നില്ല, എൻ്റെ അർത്ഥം തന്നെ ശത്രു അടുത്തുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ശത്രു അകത്ത് കാണും, ശത്രു അടുത്ത് കാണും. ശത്രു അടുത്തും അകത്തും പുറത്തും ഒക്കെ ഉള്ളപ്പോൾ കർത്താവ് മിണ്ടാതിരിക്കുന്നതിൻ്റെ കാര്യം തന്നെ ശത്രു അറിയാതെ നമുക്ക് വർത്താനം പറയാൻ അവസരം കിട്ടാൻ നോക്കിയിരിക്കുക. അപ്പോൾ ചിലപ്പോൾ കൈയും കാലും കാണിക്കുകയുള്ളൂ ചിലപ്പോൾ, അല്ലേ? രഹസ്യമായി ഭാര്യയും ഭർത്താവും ചന്തയ്ക്ക് പോകുമ്പോഴേ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വെറുതെ ശത്രുവായ ഒരാൾ തൊട്ടടുത്ത് വന്ന് സാധനം വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ച ശത്രു കേൾക്കുമെന്ന് വിചാരിച്ച് എന്നാ ചെയ്യും? കണ്ണ് കാണിക്കും, അങ്ങോട്ട് മാറി വേണം ഒരു കാര്യം പറയാനുണ്ട്, കാലേ തോണ്ടും. എന്താ ഇതിനൊക്കെ അർത്ഥമുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ മിണ്ടാൻ ഓർത്തിയില്ല, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അപ്പോൾ അച്ചായൻ ബുദ്ധിമാനാണെങ്കിൽ എന്നാ ചെയ്യും? ആരും ഇല്ലാത്തടത്തോട് കൂട്ടിക്കൊണ്ട് വർത്താനം പറയും. ഇതുപോലെ സ്വർഗീയ മണവാളനായ യേശു നമ്മളോട് രഹസ്യമായി ഒറ്റയ്ക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ആ ഒറ്റയ്ക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഒറ്റയ്ക്ക് പറയാനുള്ള സാഹചര്യം വരുന്നവരെയും നമ്മളെ അങ്ങോട്ട് നയിക്കുകയായിരിക്കും. അത് നമ്മൾ മനസ്സിലായെങ്കിൽ മാത്രമേ വേഗം അവിടേക്ക് പോകാൻ കൂടുന്ന കാര്യം ഓർക്കും. എല്ലാ ദിവസവും കർത്താവ് നമ്മളോട് രഹസ്യമായി സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ഒരു മണിക്കൂറെങ്കിലും കർത്താവിന് പറയാൻ കാര്യമുണ്ട്. രാത്രി പ്രാർത്ഥന എല്ലാവരെയും ഓർക്കിയതിന് ശേഷം പ്രാർത്ഥന മുറിയിൽ പോയി മുട്ടുകുത്തി, കർത്താവേ, ഇതാണ് ഞാൻ മരുഭൂമി ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിപ്പോൾ കേരളക്കാർക്ക് മരുഭൂമി പോകണമെങ്കിൽ എന്തുമാത്രം ദൂരം പോകണമെന്ന് അറിയാം. രാജസ്ഥാൻ വരെയൊക്കെ പോകേണ്ടി വരും. 2-3 ദിവസം ട്രെയിനിലൊക്കെ ഇരുന്നാലും രാജസ്ഥാനിലെത്താനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് കേരളക്കാർക്ക് മരുഭൂമിയിൽ പോകണമെങ്കിൽ ഒത്തിരി ദൂരമുണ്ട്. മരുഭൂമി ഇങ്ങോട്ട് വന്നാലും പോരെ. മരുഭൂമിയിലോട്ട് പോകാനൊക്കെ മരുഭൂമി കർത്താവ് ഇങ്ങോട്ട് കൊണ്ടുവരും. അതിനുവേണ്ടിയാണ് വീട്ടിലെല്ലാവരെയും കർത്താവ് മാറ്റി തന്നത്. ഭാര്യയും ഭർത്താവിനെയും മക്കളെല്ലാം മാറ്റി ഒറ്റയ്ക്കാകുമ്പോൾ അയ്യോയ്ക്ക് ആരുമില്ലെന്നല്ല വിചാരിക്കുന്നത്. കർത്താവെ നമുക്ക് വർത്താനം പറയാൻ നല്ല അവസരം കർത്താവ് വന്നേരെന്ന് പറയണം.
അതുകൊണ്ട് മരുഭൂമി ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. മരുഭൂമിയിലോട്ട് പോകണ്ട, മരുഭൂമിയിലേക്ക് നീ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കർത്താവിന് എന്തൊരു സങ്കടമാണെന്നറിയാമോ? അപ്പോൾ കർത്താവ് ഒന്ന് വർത്താനം പറയാമെന്ന് ഞാൻ ചിലർ ഇത് മാറ്റി തന്നതാണ്. അത് വർത്താനം പറഞ്ഞ് കർത്താവ് ഒത്തിരി സമ്മാനമായിട്ടാണ് വന്നിരിക്കുന്നത്. രഹസ്യമായി തരാൻ ആഗ്രഹിക്കുന്ന സമ്മാനങ്ങളുണ്ട്, രഹസ്യമായി തരാൻ ഉദ്ദേശിക്കുന്ന സ്നേഹപ്രകടനങ്ങളുണ്ട്. അത് വേറെ ആരെയും കാണാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല, രഹസ്യമായി തരാൻ വെച്ചിരിക്കുന്ന കാര്യമാണ്. ഉത്തമ ഗീതങ്ങൾ വായിച്ചു നോക്കിയാൽ ഉത്തമ ഗീതങ്ങളിൽ പ്രാണപ്രിയനായ കർത്താവ് സഭയ്ക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന സ്നേഹപ്രകടനങ്ങളെല്ലാം അവിടെ വിവരിച്ചിട്ടുണ്ട്. അത് ലഭിക്കണമെങ്കിൽ അവസ്ഥയിലേക്ക് നമ്മളെ ആനയിക്കുന്നതിന് നന്ദി പറയണം. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിഷയത്തിലോട്ട് കിടക്കാം. സ്നേഹവാനായ ദൈവമേ, ലോകം ഭരിക്കുന്ന പിശാചിനെ സർവ്വലോക ദുഷ്ടന്റെ അതിലിട്ടിരിക്കുമ്പോൾ സ്വർഗീയ മണവാളനായ യേശുവിൻ്റെ സ്നേഹം ആസ്വദിക്കുവാൻ നീ അവർക്ക് കുരിശിൻ്റെ മാർഗങ്ങൾ അനുവദിച്ചിരിക്കുന്നത് ഉയർപ്പിൻ്റെ അനുഭവത്തിൽ എത്തിക്കാനാണെന്നുള്ള കാര്യങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളുടെ ശരീരം ഇതുവരെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഞങ്ങളുടെ ആത്മാക്കൾ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ കൂട്ടത്തിൽ ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഉള്ളിലുള്ളതിനാണ് ഞങ്ങൾ നന്ദി പറയുന്നത്. കർത്താവിനെ പോലെ ഞങ്ങൾക്കും ഉയർത്തെഴുന്നേറ്റ് വശമുള്ളതിനാണ് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രാണൻ കുരിശെടുത്ത് യാത്ര ചെയ്ത് ഞങ്ങൾ രാത്രി പ്രാർത്ഥനയിലെ രഹസ്യ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ കൊണ്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞങ്ങളുടെ അന്നത്തെ പ്രാണൻ ഉയർത്തെഴുന്നേറ്റതിൻ്റെ മാറലാകുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ അങ്ങനെ സ്തുതിക്കാം. അങ്ങനെ ഞങ്ങളുടെ ദേഹി മുഴുവനും ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ മാറലാകുമ്പോൾ ആരും കേൾക്കാതെ കർത്താവ് ഞങ്ങളോട് രഹസ്യമായി സംഭാഷിക്കാൻ മരുഭൂമി ഉണ്ടായി കിട്ടിയെന്ന് ഓർത്ത് ഞങ്ങൾ തന്നെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ ശരീരം ഉയർത്തെഴുന്നേറ്റ ശേഷം മാത്രമേ കല്യാണ മണ്ഡപത്തിൽ ഞങ്ങളുടെ ശരീരത്തിന് എത്താനെത്തും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. ഞങ്ങൾക്ക് മുന്നിൽ 2 ഭാഗം ഇപ്പോഴേ തന്നെ ഉയർത്തെഴുന്നേറ്റ് യേശുവിനോട് ചേർന്ന് യേശു വർത്താനം പറയുന്നത് കേൾക്കാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കുന്നവരെ അത് ക്ഷീണിച്ചും തളർന്നും ശാകലപ്പെട്ടും മുറിവേറ്റും ചതഞ്ഞും അസ്വസ്ഥമായും പല വിധത്തിൽ വിഷമിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വസിച്ചുകൊണ്ട് ഇത് സഹിക്കുവാനുള്ള കഴിവ് എന്നതിനാകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നീ കാൽവരി ക്രൂശിലെ മരണം സഹിച്ചെങ്കിൽ നിന്നോടുള്ള സ്നേഹത്തിൽ ഞങ്ങൾക്കുള്ള കുരിശ് സഹിക്കുവാൻ നീ ഞങ്ങളെ പ്രാപ്തനാക്കുന്ന വിധോർത്ത് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ഇന്ന് വന്നുചേർന്നിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ പേരുപേരായി തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ശരീരം ഇന്ന് ബലഹീനതയിലും ക്ഷീണത്തിലും രോഗത്തിലും സങ്കടത്തിലും ദുഃഖത്തിലുമാണെങ്കിലും അത് കർത്താവിനോട് കൂടെ വഹിച്ചാൽ അത് സഹിക്കുവാനുള്ള കഴിവ് പരിശുദ്ധാത്മാവ് തരുമെന്നുള്ള ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നോടുകൂടെ സഹിച്ചാൽ കൂടെ വാഴാമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ പ്രത്യാശയോടെ ജീവിതയാത്ര തുടരുവാൻ, പരാജയങ്ങളെ വിജയത്തിന് ചവിട്ടുപടിയാക്കുവാൻ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. 1 കൊരിന്ത്യർ ലേഖനത്തിൽ ഇന്ന് വായിച്ച വേദഭാഗത്തിൽ നിങ്ങൾ ഏതെങ്കിലും വേദഭാഗം പ്രത്യാശ കണ്ട് തരുന്നതായിരുന്നോ? 1 കൊരിന്ത്യർ 2:10-16 ഭാഗത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് മണവാളൻ്റെ മനസ്സ് തന്നെ മണവാട്ടിക്ക് ഉണ്ടാകും, അപ്പോഴേ മനപ്പൊരുത്തം വരുള്ളൂ. അപ്പോൾ എല്ലാ കാര്യത്തിലും സന്തോഷിക്കണമെങ്കിൽ, എല്ലാ കാര്യം കർത്താവിനോട് ചെയ്യണമെങ്കിൽ കർത്താവിൻ്റെ മനസ്സ് നമുക്ക് 100% വേണം. നമുക്കിപ്പോൾ കർത്താവിൻ്റെ മനസ്സല്ല പിശാചിൻ്റെ മനസ്സ് കൊണ്ടുപോറേ. അതാ സംഗതി കഴിഞ്ഞിരിക്കുന്ന അതാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അടിമനസ്സ്, അബോധ മനസ്സെന്ന് പറയുന്ന ഒരു സമുദ്രം പോലെ കിടക്കുക. നമ്മുടെ ഗർഭകാലം മുതൽ നമ്മുടെ അബോധ മനസ്സിൽ, അൺകോൺഷ്യസ് മൈൻഡിൽ പിശാചിൻ്റെ ഒത്തിരി ആലോചനകളും ചിന്തകളും സ്വഭാവങ്ങളും അവൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ബോധ മനസ്സിൽ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലും, വേദോത്സവം വായിക്കും, പ്രാർത്ഥിക്കും, കുരിശ് വരയ്ക്കും, കുടുംബടിയും ഒക്കെ ചെയ്യും. അന്നേരം അടിമനസ്സിൽ ആരാ കിടക്കുന്നത്? പിശാചിരിപ്പുണ്ട്. അതുകൊണ്ട് വലിയ പസഫിക് സമുദ്രം പോലെ ആഴമുള്ളതാണ് നമ്മുടെ ഹൃദയം, നമ്മുടെ ഈ മനസ്സ്. ആ മനസ്സിൻ്റെ അടിത്തട്ട് വരെ വചനം ചെന്ന് അവിടവും കൂടെ ശുദ്ധിയായിട്ട് അടിമനസ്സ് വരെ കർത്താവിൻ്റെ വചനം ചെന്നാൽ മാത്രമേ നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ, ഒരു മനപ്പെട്ട് പ്രാർത്ഥിക്കാൻ ഒക്കാത്തതിൻ്റെ കാര്യം എന്നാ? പല മനസ്സാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നത്. പരസ്പര വിരുദ്ധമായ ആഗ്രഹങ്ങളുമായി ദൈവത്തിലോ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലോ പ്രീതിപ്പെടാത്ത അനേക തിന്മയുടെ ശക്തികൾ അടിമനസ്സിൽ ഒളിച്ചിരിക്കുന്നു. അതിനെ കുറേശ്ശെയായി കർത്താവ് വിളിച്ച് ചാടിച്ചുകൊണ്ടിരിക്കുക. ഇതിനെല്ലാം കൂടെ ഒന്നിച്ച് ചാടിച്ചാൽ ഇവരെല്ലാം കൂടെ കാട്ടുമൃഗത്തിൽ കയറി തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. ആവർത്തന 7-ാം അധ്യായത്തിലുണ്ട്. അങ്ങനെ ഈ നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലായിടങ്ങളിലും എത്ര തിന്മയുടെ ശക്തികൾ ഒളിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവത്തോട് പൊരുത്തമില്ലാത്ത ഏതെല്ലാം മനസ്സുകൾ നമുക്കുണ്ട്, ആ മനസ്സിൻ്റെ പുറയിൽ എന്തെല്ലാം ജീവികളുണ്ട്, ഏതെല്ലാം ആത്മാക്കളുണ്ടെന്നെല്ലാം കർത്താവിനറിയാം. കർത്താവ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവയ്ക്കെല്ലാം പകരം കൊടുത്ത് കുറേശ്ശെയായിട്ട് അവയെ മരുഭൂമിയിലേക്ക് അല്ലെങ്കിൽ സമുദ്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഹൃദയം 100% കർത്താവിൻ്റേതായി കഴിഞ്ഞ് മാത്രമേ
24 മണിക്കൂറും കർത്താവിന് വേണ്ടി ഉണർന്നിരിക്കാൻ സാധിക്കുകയുള്ളൂ. 24 മണിക്കൂർ ഉണർന്നിരുന്നാൽ പിന്നെ ആരോഗ്യത്തിൻ്റെ പ്രശ്നം എങ്ങനെയാ? പലരുടെയും ധാരണ 24 മണിക്കൂർ ഉണർന്നിരുന്നാൽ ഭ്രാന്ത് പിടിക്കുമെന്ന, ഇല്ലേ? കാലത്തിൽ ഉറങ്ങണ്ട. ഉണർന്നിരിക്കണമെന്ന് പറയുന്നത് സന്ദേശം. ഈ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാന്ന് മനസ്സിലാകും. നമ്മുടെ ആത്മാവും നമ്മുടെ ഹൃദയവും ഉണർന്നിരുന്നാൽ ശരീരം ഉറങ്ങിയാലും പേടിക്കണ്ട, കർത്താവ് വരുമ്പോൾ ഉണർന്നെഴുന്നേറ്റുവാൻ സാധിക്കും. അപ്പം ഹൃദയത്തിൻ്റെ ഉണർവിൻ്റെ കാര്യമാണത്. അത് ഉത്തമ ഗീതങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രാണപ്രിയന് വേണ്ടി കാത്തിരുന്ന് ഉറങ്ങിയ ആ പ്രാണപ്രിയ പറഞ്ഞു, എൻ്റെ ശരീരം ഉറങ്ങിയാലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിന് ഉണർവ് എപ്പോഴും ആകാം. കാരണം നമ്മുടെ ഹൃദയത്തിന് ഉറക്കമില്ലെന്നറിയാമോ? നമ്മുടെ ചങ്ക ഉറങ്ങാൻ പോയാൽ നമുക്ക് ജീവിക്കാനൊക്കെ. അപ്പോൾ 24 മണിക്കൂറും ചങ്ക മിടിച്ചിട്ട് ചങ്ക പ്രവർത്തിച്ചിട്ട് നമുക്ക് ജീവിക്കാനൊക്കെ. അപ്പോൾ ഹൃദയത്തിന് അധികം വിശ്രമം വേണ്ട. 2 ഇടിപ്പിൻ്റെ ഇടയിൽ ഒരു സെക്കൻഡ് മതി ഉറങ്ങാൻ. നമ്മുടെ ഹൃദയത്തിന് അങ്ങനെയാണ് ദൈവം ഹൃദയത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങൾ ഉറങ്ങുമ്പോൾ അതിന് രക്തം കൊടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ സ്പീഡ് ശകലം കുറയുന്നേ ഉള്ളൂ. സ്പീഡ് കുറഞ്ഞാലും നിന്നു പോകുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ ഹൃദയത്തിന് അങ്ങനെ ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അതിന് വിശ്രമിക്കാൻ സ്വല്പ സമയം മതി. ഒരു പ്രാവശ്യം രക്തം പാന്തി ചെയ്തിട്ട് ഒന്ന് കണ്ണടച്ചു, പിന്നെ കണ്ണു തുറന്നു. അപ്പം അങ്ങനെ അതുപോലെ നമ്മുടെ ഹൃദയം 24 മണിക്കൂറും സഭയുടെ എല്ലാ അവയവങ്ങൾക്കും കൊടുക്കേണ്ടത് കൊടുത്ത് വാങ്ങിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഉറങ്ങാനൊക്കെ ഇല്ല. എന്നാൽ വിശ്രമിക്കുന്ന അവയവങ്ങൾ വിശ്രമിച്ചുകൊള്ളും, ഉണരേണ്ട സമയത്ത് അത് ഉണർന്നുകൊള്ളും. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വളരണമെന്നാണ് പറയുന്നത്. അപ്പോൾ തലയാകുന്ന കർത്താവിനോട് ചേരുന്ന ഉടലായി മാറിയാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുടെയും വിശ്രമത്തിൻ്റെ ആവശ്യം ഓരോ വിധത്തിലാണ്, ഒരുപോലെയല്ല. കൈക്കും കാലിനും ഒരു 5-6 മണിക്കൂറെങ്കിലും വിശ്രമം കൊടുക്കണം, നല്ലതാണ്. കാരണം കൈയും കാലുമാണ് ഒത്തിരി കഷ്ടപ്പെടുന്നത്. അപ്പോൾ കൈക്കും കാലിനും 5-6 മണിക്കൂറെങ്കിലും ഉറക്കം കൊടുക്കുന്നത്. പക്ഷേ കൈയും കാലും പ്രവർത്തിക്കുമ്പോഴും ചങ്കും കാലും തന്നെ ഇരിക്കുന്നു. അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. കിഡ്നി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, ഹാർട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ എല്ലാ ഇടയിലും അത് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കിടന്നുറങ്ങാൻ, കൈക്കും കാലിനും ഉറങ്ങാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവവിളി ബോധം വരുമ്പോൾ നമ്മൾ സഭയാകുന്ന ശരീരത്തിൻ്റെ ഏത് അവയവമാണെന്നുള്ള ബോധ്യമാണ് ആദ്യം വരേണ്ടത്. അറിഞ്ഞിട്ടുണ്ടോ? റോമാലേഖനം 12-ാം അധ്യായത്തിൽ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഒരു രൂപാന്തരപ്പെട്ട ഹൃദയം നമുക്ക് കിട്ടും. ആ ഹൃദയത്തിൽ ദൈവം നമ്മോട് സംസാരിക്കും, നീ എൻ്റെ ചങ്കാണ്, നീ എൻ്റെ കരളാണ്, നീ എൻ്റെ കിഡ്നിയാണ്, നീ എൻ്റെ ഉദരമാണെന്നൊക്കെ പറയും. അപ്പോൾ ആ പണി ചെയ്ത് കഴിഞ്ഞാൽ മതി. ആ ബോധം വേണം. അപ്പോൾ കൈകാലുകൾ തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ പൊരുത്തക്കേട് ഒത്തിരി ഉണ്ട്. കൈക്കും കാലും ഇല്ലേ, വലിപ്പം ഒരുപോലെയാണോ? കൈയും കാലും ചെയ്യുന്ന പണി, ഒന്നും ചെയ്യുന്ന പണിയുണ്ട്, ഒറ്റയ്ക്ക് ചെയ്യുന്ന പണിയുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് വേണം താങ്ങിക്കൊണ്ട് ശരീരം നിൽക്കുന്നു, ശരീരം വേല ചെയ്യുന്നു. അത്രയും കൈയെ കൊണ്ട് പറ്റുമോ? പറ്റുകയില്ല. കൈക്ക് അതിനേക്കാൾ ചെറിയ ഭാരമായിരിക്കും അതെടുക്കുന്നത്. അപ്പം നമ്മൾ ഏത് അവയവമാണ് എന്നുള്ള ബോധ്യം വന്നാൽ മാത്രമേ നമുക്ക് നിരാശ വരാതിരിക്കുകയുള്ളൂ. നമുക്ക് ഒത്തിരി ഭാരം വഹിക്കേണ്ടി വന്നാൽ എൻ്റെ അർത്ഥം നമ്മുടെ കാലാണെന്നായിരിക്കും. കാലിലാണ് ഏറ്റവും അധികം ലോഡ് താങ്ങേണ്ടത്, ഇല്ലേ? എത്ര കിലോയാണ് നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് മുഴുവൻ കാലാണ് താങ്ങേണ്ടത്. കാല അറിയണം, ഇത് എൻ്റെ പണി ഇതാണ്, എന്നെക്കൊണ്ട് ഈ പണി. അപ്പോൾ കയ്യെ നോക്കി നിനക്ക് അധികം ഭാരമില്ലല്ലോ എന്ന് ഞാൻ അസൂയപ്പെടേണ്ട കാര്യമുണ്ടോ? ഞാൻ നിന്നെയും കൂടെ ചുമന്നോളാം, എൻ്റെ പണി ഇതാണ്. അപ്പോൾ കാലിനൊരു വേദന വീഴും, തരുമാൻ വരുന്ന ആരാ? കൈ ഒന്ന് തിരുമ്മി തരും. അത്രേ അതിനെ കൊണ്ട് പറ്റുള്ളൂ. അപ്പം അങ്ങനെ കാലേ മുള്ളുകൊണ്ടാലോ ഉടനെ കൈയാ വന്ന് നമ്മൾ മാറിച്ച് അത് ശരിയാക്കി തരുന്നത്. ഇതുപോലെ നമ്മൾ കൈയാണോ കാലാണോ കണ്ണാണോ മൂക്കാണോ എന്താണെന്ന് അറിയണം. എല്ലാവർക്കും കണ്ണാകാനും പോകും. എല്ലാവരും കണ്ണായ പിന്നെ ബാക്കി അവയെ എവിടെ പോകും? അപ്പോൾ എല്ലാവർക്കും എല്ലാ ദർശനമൊന്നും ഉണ്ടാകുകയില്ല. പ്രവാചകന്മാർക്ക് മാത്രമേ കണ്ണാകാൻ സാധിക്കൂ. മനസ്സിലായോ? അതുകൊണ്ട് ദർശനവും വെളിപ്പാടും കിട്ടുന്നതോട് അസൂയപ്പെടേണ്ട കാര്യമുണ്ടോ? എനിക്ക് വേണ്ടി അവർ കണ്ണാക്കിയിരിക്കുന്നു. അപ്പോൾ ചിലർക്ക് ദൈവശബ്ദം കേൾക്കാനുള്ള കഴിവ്, അവർ സഭയുടെ ചെവിയ. ചിലർക്ക് ദൈവസാന്നിധ്യം മണത്തറിയാൻ സാധിക്കും. സുഗന്ധ മൂറോനെ മണമായിട്ട് ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നവരുണ്ട്. എല്ലാവർക്കും അത് കിട്ടുന്നില്ല എന്നുകൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമുണ്ടോ? അവർ മൂക്ക, സഭയുടെ മൂക്ക്. അപ്പോൾ ഇതുപോലെ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളും ആന്തരികവും ബാഹ്യവുമായ പഞ്ചേന്ദ്രിയങ്ങളും ദശേന്ദ്രിയങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു ഭാഗമായി നമ്മളെ വെച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ തൊലിയാണ്. ശരീരത്തിൻ്റെ തൊലിക്ക് അറിയാനുള്ള കഴിവാണ്. കേൾക്കാൻ കഴിവുണ്ടോ? കാണാൻ കഴിവുണ്ടോ? സ്പർശന ശക്തി. അപ്പോൾ നമുക്കിങ്ങനെ ദൈവത്തെ തിരിച്ചറിയാനുള്ള വലിയ സ്പർശന ഇന്ദ്രിയങ്ങളുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ നമുക്ക് ദൈവത്തെ കാണണമെന്നില്ല, കേൾക്കണമെന്നില്ല, തൊടണമെന്നില്ല.
ദൈവം നമ്മളെയും നമ്മൾ ദൈവത്തെ സ്പർശിക്കുന്ന അനുഭവങ്ങൾ, തിരിച്ചറിയാൻ സാധിക്കുന്ന അനുഭവങ്ങൾ വരും. നമ്മുടെ ഉദരത്തിന് കണ്ണാഘാതം വല്ലതും ഉണ്ടോ? പിന്നെ വിശക്കുന്ന കാര്യം ഇപ്പം എങ്ങനെ അറിയുന്നു? അത് ഉടനെ തലയ്ക്കറിയാം. വയറ് പൊരിയുന്ന സമയത്ത് ഉടനെ തന്നെ എഴുത്തയക്കണം തലയിലേക്ക്, എനിക്ക് വിശക്കുന്നതെന്ന്. വിശന്നാൽ ഉടനെ തന്നെ ഞാടി നരമ്പോൾ വഴി തലയിൽ വിവരം അറിഞ്ഞ് ഉടനെ തന്നെ വിശക്കുന്നതിന് വല്ലതും കഴിക്കുക കുടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ വയറ് ആരും കാണുന്നില്ല, വേറെ എല്ലാം കാണിക്കാൻ പോകും. നമ്മുടെ ഉദരത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. ആ കാര്യങ്ങൾക്കെല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തലയ്ക്ക് കഴിവുണ്ട്. നമ്മുടെ ഓരോ ദിവസത്തെയും സ്വഭാവം ഓരോന്നാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് 28 ദിവസം 28 സ്വഭാവമാണെന്നാണ് പറയുന്നത്. കേട്ടിട്ടുണ്ട്, അറിഞ്ഞിരിക്കണം. ഓരോ തരം ഹോർമോണുകളാണ് അവർ നടത്തുന്നത്. അത് ഭർത്താക്കന്മാർ അറിഞ്ഞിരിക്കണം. ഒരു സ്ത്രീയെ പുരുഷനും നമ്മൾ വ്യത്യാസം ഇതാണ്. ഒരു സ്ത്രീയെ 28 ദിവസമുള്ള ഒരു മാസച്ചക്രമാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഡയറിയിൽ അത് കുറിച്ചിടണം. ഇന്നത്തെ എൻ്റെ ഭാര്യയുടെ പീരീഡ് കഴിഞ്ഞുള്ള എത്രാം ദിവസമാണ്, അപ്പോഴത്തെ സ്വഭാവം എന്നാണെന്നുള്ളത് ഭർത്താവിന് ചോദിച്ചാൽ പറയും. അങ്ങനെ പീരീഡിന് മുമ്പുള്ള സ്വഭാവം, അതിന് ശേഷമുള്ള സ്വഭാവം, ഓവുലേഷൻ സമയത്തെ സ്വഭാവം, ഗർഭധാരണ സമയത്തെ സ്വഭാവം, പ്രസവിക്കാൻ നേരത്തെ സ്വഭാവം, ഇതെല്ലാം ഭർത്താവ് അറിഞ്ഞിരിക്കണം. എങ്കിലേ അവരോട് കൂടെ ഇതിനൊക്കെ താങ്ങിക്കൊടുക്കാനൊക്കെ വലിയ ദേഷ്യം വരും. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ആത്മശരീര മനസ്സുകളുടെ അവസ്ഥ എന്താണെന്ന് കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് പഠിപ്പിക്കും. അപ്പോൾ അവിടെയെല്ലാം തുണയായിരിക്കാനും സഹായിക്കാനും സ്നേഹം കൊടുക്കാനും വാങ്ങിക്കാനും സാധിക്കും. കൊടുത്തും വാങ്ങിച്ചും മാത്രമേ നമുക്ക് ആശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ റോമാലേഖനം 12-ാം അധ്യായത്തിൽ നമ്മുടെ സഭയാകുന്ന ശരീരത്തിൻ്റെ ഏത് അവയവമാണെന്ന് എത്രയും വേഗം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ അനുഭവങ്ങൾ സഭയിലെ മറ്റ് അവയവങ്ങളോട് തിരിച്ചറിഞ്ഞിട്ട് എല്ലാവരും കൂടി ആശ്വാസം പ്രാപിക്കുകയാണ്. നമ്മൾ ആരാധനയിൽ വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂടുന്നതിൻ്റെ ഉപയോഗം അതാണ്. പലത് കൊടുക്കാനുണ്ട്, പലത് വാങ്ങാനുണ്ട്. കൊടുത്തും വാങ്ങിച്ച് നമ്മൾ ആശ്വാസം പ്രാപിക്കുകയാണ്. നമ്മളിന്ന് വായിച്ച 1 കൊരിന്ത്യർ 2:16 നമ്മൾ വായിച്ചത്, നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സുള്ളവരായിരിക്കണമെന്നാണ്. നമുക്ക് ആ മനസ്സ് മുടക്കികൾ എത്രയുണ്ട്. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആര്? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. അപ്പോൾ പൗലോസ്ലിഹായ്ക്ക് മാത്രമല്ല, കൊരിന്ത്യ സഭക്കാർക്കും ആ മനസ്സുണ്ടായിരുന്നു. അപ്പം നമ്മൾ ക്രിസ്തുവിൻ്റെ മനസ്സ് 100% കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം അപ്പം തന്നെ ഇവിടെ മനസ്സിലാവും. ആഗ്രഹിക്കുമ്പോഴേ വരെ മനസ്സിലാവും. അതിനെ ചെയ്തു കൊടുക്കുക. അങ്ങനെ എത്ര രസമായിരിക്കും കുടുംബജീവിതം. ഭർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം അന്നേ ഭാര്യ മനസ്സിലാക്കുക, ഉടനെ അതിനെ ചെയ്യുക. ഭാര്യ ആഗ്രഹിക്കുന്ന കാര്യം ഭർത്താവും, ഭർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം ഭാര്യയും. പിള്ളേർ ആഗ്രഹിക്കുന്ന പ്രാണാനുഭവം എന്നാണ് എൻ്റെ പേര്. നീതിമാൻ മൃഗത്തിൻ്റെ പോലും പ്രാണാനുഭവം അറിയുന്നെന്നാണ് പറയും. അത് എത്രാമത്തെ വാക്യമാണ്? സദൃശ്യവാക്യത്തിലെ ഒരു ജ്ഞാനിയായ ശലോമോൻ കണ്ടെത്തിയ ഒരു കാര്യമാണ്. നീതിയുടെ അനുഭവം നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിലാണെങ്കിൽ, നമുക്ക് എല്ലാവരുടെയും പ്രാണാനുഭവം അറിഞ്ഞ് അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാനും വാങ്ങേണ്ടത് വാങ്ങാനും സാധിക്കും. അങ്ങനെയാണ് ആശ്വാസവും സന്തുഷ്ടിയും സംതൃപ്തിയും ലഭിക്കുന്നത്. അപ്പോൾ പ്രാണാനുഭവം അറിഞ്ഞു വേണം നമ്മൾ വീട്ടിൽ പ്രവർത്തിക്കാൻ. റിബേക്കയ്ക്ക് ഉണ്ടായിരുന്ന സ്വഭാവം എന്താ? റിബേക്കയോട് എലിയാസാർ ദാഹിക്കുന്നു, ഇച്ചിരി വെള്ളം തരാമോ എന്ന് ചോദിച്ചു. എന്താ റിബേക്ക ചെയ്ത് എന്നതാണ്? ഒട്ടകത്തിനും കൂടെ കൊടുത്തു. ഒട്ടകത്തിൻ്റെ പ്രാണാനുഭവം റിബേക്ക തിരിച്ചറിഞ്ഞു. ഒട്ടകത്തിന് ചോദിക്കാൻ അനുഭവം. ഒട്ടകത്തിന് വേണ്ടിയും കൂടിയാണ് ഈ എലിയാസാർ ചോദിച്ചത്. നമുക്ക് മനസ്സിലായി, അതുകൊണ്ട് കല്യാണം നടന്നു. അപ്പോൾ അങ്ങനെ പലരുടെയും കല്യാണം നടക്കാത്തതിൻ്റെ കാര്യം എന്നാ? പലരുടെയും കല്യാണം നടത്തി ജോവാകാത്തതിൻ്റെ കാര്യം എന്നാ? പ്രാണാനുഭവം അറിയുന്നില്ല. വീട്ടിലുള്ളവരുടെ മുഴുവൻ പ്രാണാനുഭവം അറിയണം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുഴുവൻ പ്രാണാനുഭവം. പട്ടി കരയുന്നതിൻ്റെ അർത്ഥം എന്നാണെന്നറിയണം. പശു കരയുന്നതിനാണെന്ന് മനസ്സിലാക്കണം. എന്താ? പല കാരണങ്ങളാൽ പശു കരയും, പട്ടിയും പല കാലത്തെ കാര്യം. അത് എന്ത് കാര്യത്തിലാണ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അയൽക്കാർക്ക് എഴുതിക്കപ്പുറത്തി ഉണ്ടാകില്ല. അവർക്ക് ഉറങ്ങാനും ഒക്കെ. മനസ്സിലായോ? അവർ ശപിക്കും, ഇവരെന്തിനായി പട്ടിയെ വളർത്തുന്നത്, ഇവരെന്തിനായി ആടിനെ വളർത്തുന്നത് എന്ന് വിചാരിക്കും. ഇതൊക്കെ അറിയാമെങ്കിലേ അതിന് ഈ പണിക്ക് പോകാവും. എങ്കിലും അതിനെ ആശ്വസിപ്പിക്കാനൊക്കെ അതിനും ഒരു പ്രാണനുണ്ട്, ജീവനുണ്ട്. അപ്പം ദൈവാത്മാവിലാകാമെങ്കിൽ എല്ലാവരുടെയും പ്രാണാനുഭവം അറിഞ്ഞ് കൊടുക്കേണ്ടത് കൊടുത്ത് വാങ്ങേണ്ടത് വാങ്ങി ആശ്വസിപ്പിച്ച് അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ അനുഭവം ആസ്വദിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ മനസ്സു മുടക്കികളോട് യാത്ര പറയേണ്ടിയിരിക്കുന്നു. മനസ്സു മുടക്കികളെ മാറ്റി മനസ്സ് താങ്ങികളെ, മനഃപൂരത്ത താങ്ങികളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സംതൃപ്തിയോടെ എല്ലാ സഭയിലുള്ള സകലരുമായി പങ്കിടാൻ സാധിക്കും. സഭയാകുന്ന ശരീരത്തിലെ അവയവങ്ങൾ പാതാളത്തിലും ഭൂമിയിലും പർദീസായാലും സ്വർഗത്തിലുമായിട്ട് ഞാൻ വ്യാപിച്ചു കിടക്കുക. അവരെല്ലാം ഭരിക്കുന്ന ദൈവാത്മാവിലാകാമെങ്കിൽ അവരെല്ലാം ആവശ്യം അറിഞ്ഞ് കൊടുക്കാനും വാങ്ങാനും ആശ്വസിക്കാനും ആശ്വസിപ്പിക്കാനും സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് പ്രത്യാശിക്കുമായിരുന്നു. വട്ടെ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിന് മുമ്പ് എഴുതിയിരിക്കുന്ന കാര്യം എന്താണ്? 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന എന്താണ്? ദൈവാത്മാവിൽ കൂടെ മാത്രം അറിയാവുന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ടെന്നാണ്.
11-ാം വാക്യത്തിൽ മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരെ അറിയും? അതുകൊണ്ട് തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രയേ പ്രാപിച്ചത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ അത്യാവശ്യം ആത്മാവിനെ പ്രാപിക്കുക എന്നതാണ്. എല്ലാ ആവശ്യങ്ങളെക്കാൾ മുമ്പത്തെ ആവശ്യം പരിശുദ്ധാത്മാവിനെ ചോദിക്കുക, വാങ്ങിക്കുക, നിറയ്ക്കുക, പ്രാപിക്കുക. എങ്കിലേ നമുക്ക് ആരാണെന്നും ആരല്ലെന്നും മനസ്സിലായി ചെയ്യേണ്ടത് ചെയ്ത്, കിട്ടേണ്ടത് കിട്ടി, കൊടുക്കേണ്ടത് കൊടുത്ത് ജന്മസ്ഥാപനം അടയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും കർത്താവ് തരുന്നത് പരിശുദ്ധാത്മാവിനെ. അത് കേട്ടിട്ടുണ്ടോ? ലൂക്കോസിന് സുവിശേഷം 11-ാം അധ്യായത്തിൽ യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ എന്നൊക്കെ പറയുന്ന കാര്യം എന്തിനു വേണ്ടി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. നമ്മൾ അപ്പം ചോദിച്ചാലും, മുട്ട ചോദിച്ചാലും, സൗഖ്യം ചോദിച്ചാലും, വിജയം ചോദിച്ചാലും തരുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വിജയം ലഭിക്കേണ്ടതിന് വിജയം ലഭിക്കും, തോൽവിയെ വിജയമാക്കി മാറ്റും. എല്ലാത്തിനും പരിഹാരം പരിശുദ്ധാത്മാവ് തരും. അവൻ നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞ തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത്. ആ ബോധമുള്ളവർക്ക് മാത്രമേ പാപം ഏറ്റുപറയാനുണ്ടായിരിക്കുകയുള്ളൂ. പാപം ഏറ്റുപറഞ്ഞ് ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടുന്നവർക്കുള്ള ഭാഗ്യമാണ് ഞാൻ തിരുമേൽ ദൃഷ്ടി വെച്ചതിൻ്റെ ആലോചന പറഞ്ഞു തരും. 32-ാം സങ്കീർത്തനം 8-ാം വാക്യം. അപ്പോൾ നമുക്ക് എന്നും ആലോചനയുടെ ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ആലോചന നമ്മുടെ മനസ്സിലേക്ക് വരണം. നമ്മുടെ ആലോചന അങ്ങോട്ട് പോകണം. നമ്മുടെ ആലോചന വെള്ളം പോലെയാണെന്നാണ് പറയുന്നത്. ആ വെള്ളം വിവേകമുള്ള പുരുഷൻ കോരിയെടുക്കുമെന്നും പറയുന്നു. ഇതിന് ദൈവസന്നിധിയിൽ നമ്മൾ ജാഗരിച്ച് കഴിയുമ്പോൾ നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുള്ള കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിയന്ത്രിക്കപ്പെട്ടാൽ മാത്രം മതി കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നോളും. അപ്പോൾ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ഏതെല്ലാം കാര്യത്തിൽ ഞാൻ ദുഃഖിപ്പിച്ചിരിക്കുന്നു, ആ ദുഃഖം തീർത്താലേ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറുകയുള്ളൂ. ഇത് തിരിച്ചറിയാൻ അനേക നാൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കേണ്ടി വരുന്ന കാര്യം ഓർക്കുന്നു. അങ്ങനെ ലൂക്കോസിന് ശേഷം 11-ാം അധ്യായത്തിൽ എന്തോ ചോദിച്ചാലും പരിശുദ്ധാത്മാവിനെ തരും. പരിശുദ്ധാത്മാവ് വന്നിട്ടാണ് സകല കാര്യങ്ങളും സൃഷ്ടിക്കുന്നത്, രക്ഷിക്കുന്നത്, പരിപാലിക്കുന്നത്. പാഴ്ശൂന്യമായ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചപ്പോൾ ഈ കണ്ടതൊക്കെ ഉണ്ടായി. നമുക്ക് എന്തെങ്കിലും ഇല്ലാതായാൽ ഉടനെ പരിശുദ്ധാത്മാവിനെ വിളിച്ചിരിക്കും, ഇന്നതില്ലേ എന്നങ്ങ് പറഞ്ഞേച്ചാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടാക്കി തരും. വെള്ളം കൂടെ കൊടുക്കണം. എന്താ? വെള്ളവും പരിശുദ്ധാത്മാവും കൂടെ കൂടി എല്ലാ സാധനങ്ങളിലും ഉണ്ടാക്കാം. അപ്പോൾ നിരാശപ്പെടുന്ന കാര്യമുണ്ടോ? അപ്പോൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ ഓഫീസ് ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ എന്തില്ലാതെ വരുന്നോ ആ കാര്യത്തിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പറഞ്ഞാൽ മതി, പരിശുദ്ധാത്മാവ് എനിക്ക് ഇന്നതില്ല. ഇപ്പോൾ ആദ്യം വെള്ളത്തിന്മേൽ പരിവർത്തിച്ച് ഈ ഭൂമി കാണുന്നില്ല ഉണ്ടാക്കിയ പോലെ നീ പരിവർത്തിക്കാൻ വാ, വന്നിട്ട് എനിക്കിപ്പോൾ തരാനുള്ള വെള്ളം കണ്ണിൻ്റെ വെള്ളമാണ്. കണ്ണിലെ വെള്ളം മതി. കണ്ണിലെ വെള്ളവും പരിശുദ്ധാത്മാവും കൂടെ ചേർന്നാൽ ഉണ്ടാകാത്ത കാര്യങ്ങളൊന്നുമില്ല. കണ്ണുനീരിൽ നിന്ന് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അതുകൊണ്ട് കണ്ണുനീര് വളരെ വേറിയ സാധനമാണ്. ആ സ്വർഗത്തിൽ അത് ഒഴിച്ചു വെക്കാൻ, സൂക്ഷിച്ചു വെക്കാൻ പ്രത്യേക ബോട്ടിലുണ്ട്. അതിന് പ്രത്യേക കണക്ക് ബുക്കുമുണ്ട്. അപ്പം അങ്ങനെയാണ് സ്വർഗത്തിലെ നമ്മളുടെ കണ്ണുനീർ കുപ്പിക്കാത്ത ഉദ്ദേശിച്ചിടത്തോളം കണ്ണുനീരാകാത്തത് കൊണ്ടാണ് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാത്തത്. അതുകൊണ്ട് കണ്ണുനീര് തുറന്നോട്ടുക. അത് നിരാശയുടെ കണ്ണുനീരല്ല, അത് ആനന്ദത്തിൻ്റെ കണ്ണുനീരാണ്. ചീഞ്ഞ നാറിയ ലാസറിന്റെ കല്ലറയ്ക്ക് പോയി കർത്താവ് ചെയ്ത പണി തന്നെ. യേശു കണ്ണുനീർ വാർത്തു. നിരാശയുടെ കണ്ണുനീരാണോ? അല്ല. അന്നേരം പറഞ്ഞു തന്നെ, പിതാവേ ഞാനിപ്പോൾ ഈ ചീഞ്ഞ നാറിയാളെ വിവർപ്പിക്കാൻ പോകുന്നതായിരുന്നു നിന്നോട് പറയും, ഇപ്പം നീ ചെയ്യാൻ പോകുക. ചീഞ്ഞ നാറി ഇരിക്കുക, പറയുന്ന ഇതാ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ പോകുന്നതിന് നന്ദി. ഞാൻ പുനരുത്ഥാനം ജീവനുമാണെന്ന് തെളിയിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നു. എൻ്റെ കൂട്ടുകാരനായിരുന്നു അവൻ, രോഗിയായവരെ എന്നെ അറിയിച്ചു. ഞാൻ അന്നേരം പോകാൻ നീ സമ്മതിച്ചില്ല. ചത്തെന്ന് കേട്ടിട്ട് അന്നേരവും പോകാനത്തില്ല. 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് നീ അനുവദിച്ചത്. നന്ദി. എന്തിനാ? ചീഞ്ഞു നാറിയാലും വിവർപ്പിക്കാൻ കഴിവുള്ളവനാണ് ഞാനെന്ന് തെളിയിക്കാൻ കിട്ടിയ അവസരം ഞാൻ ശരിക്കും ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് അത് നിരാശയുടെ കണ്ണുനീരായിരുന്നു, സന്തോഷത്തിൻ്റെ കണ്ണുനീരായിരുന്നു? സന്തോഷത്തിൻ്റെ കണ്ണുനീരായിരുന്നു. അപ്പം എന്തില്ലാതെ വന്നാലും ചീഞ്ഞു നാറിയാലും ഇല്ലാതെ പോയാലും ആത്മാവിൽ നിറഞ്ഞ് കർത്താവിന് ഞാൻ തോറ്റതിന് ഞാൻ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും വിഷയത്തിൽ തോറ്റാൽ, ഏതെങ്കിലും വിഷയത്തിൽ മാർക്കില്ലാതെ പോയാൽ അതിന് നന്ദി പറയണം. അതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അത് ഏറെ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചേ ചെയ്യിപ്പിക്കാനാണ്. ചുമ്മാതെ പാസ്സായാൽ നമ്മളൊന്നിനും കൊള്ളുകയില്ലായിരിക്കും. നമ്മളെ പഠിക്കേണ്ടതെല്ലാം പഠിച്ചിട്ട് പാസ്സായാൽ മാത്രമേ എവിടെയെങ്കിലും നമ്മൾ കൊള്ളാവുന്നവരാകുകയുള്ളൂ. മനുഷ്യർക്ക് കൊള്ളാവുന്നവരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് ദൈവം നമ്മളെ ഒരു സ്ഥലത്തേക്ക് വിടുകയുള്ളൂ എന്നുള്ള കാര്യമാണ്. അല്ല നമുക്ക് എല്ലാവരുടെയും കാരണം പാസ്സായി എവിടെയെങ്കിലും ജോലിക്ക് പോയെന്ന് കേൾപ്പിച്ചാൽ മതി. പിന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോരേണ്ടി വന്നാലോ? അതാരും വിചാരിക്കുന്നുണ്ടോ? നമുക്ക് നല്ലൊരു ജോലി കിട്ടി, ജോലി ചെയ്യാനുള്ള തൻ്റെയോ അതിനുള്ള കഴിവോ പ്രാപ്തിയോ ഇല്ലാതെ നമ്മളെ പിരിച്ചുവിടേണ്ടി വരികയാണെങ്കിൽ എന്തൊരു നിരാശയായിരിക്കും. അങ്ങനെ ഒരാൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്, ജോലി കിട്ടി,
പെർഫോമൻസ് മോശമാണെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി വീട്ടിൽ പോകോളാൻ പറഞ്ഞിരിക്കുക. ആ ദുഃഖമായിട്ട് രണ്ടോട്ട് വന്നിരിപ്പുണ്ട്. എന്താ ജോലി കിട്ടി, 3-4 മാസം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ മേലുദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട് ചെയ്താൽ നിന്നെ കൊള്ളുകയില്ല, ഏൽപ്പിച്ച പണി ചെയ്യുന്നില്ല. എന്തൊരു നിരാശയാണ്. അങ്ങനെയാണെങ്കിൽ പോകുന്നതിന് മുമ്പേ തന്നെ കൊള്ളാവുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ ഈ നിരാശ വരുമായിരുന്നു. മനുഷ്യർക്ക് കൊള്ളാവുന്നവരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനാണല്ലോ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് എവിടെയെങ്കിലും പാവും. ആ സർട്ടിഫിക്കറ്റ് കർത്താവ് തന്നു കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാവും, അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പാവും, അത് കഴിഞ്ഞാൽ വീട് പണിയാവും, അത് കഴിഞ്ഞിട്ട് ഏതിനേലും പാവും എങ്കിലേ, അല്ലെങ്കിൽ അത് അനുഭവിക്കാനൊക്കെയില്ല എന്നുള്ള അനുഭവം. കാര്യം മനസ്സിലായോ? അതെന്താ മാർഗം? ദൈവരാജ്യം മുമ്പേ അന്വേഷിക്കണം. റോമർ 14:17. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. ഈ പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ച് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ പറയുന്നത് അനുസരിക്കാൻ പഠിച്ചിട്ട് എവിടെയെങ്കിലും പോകാവൂ. അപ്പോൾ നമ്മളുടെ ഒരു പ്യൂണായിട്ട് അവിടെ ജോലി കിട്ടും, ഏറ്റവും താഴ്ന്ന തൂപ്പുകാരിയായിട്ട് ഒരു തോട്ടിയായിട്ട് ജോലി കിട്ടിയാലും മതി. അത് ഭംഗിയായി ചെയ്യുന്ന കാണുമ്പോൾ പ്രൊമോഷൻ കിട്ടും. മിടുക്കൻ അടുത്ത ജോലി ചെയ്യാൻ പറയും. അതും ഭംഗിയായി ചെയ്യുമ്പോൾ അവസാനം മാനേജരാണ്, ഡയറക്ടറാണ്. തൂപ്പുകാരനായിട്ടോ വാച്ച്മാനായിട്ടോ ജോലി കിട്ടുന്ന ഒരാൾ അയാളുടെ പെർഫോമൻസ് ഭംഗിയായതുകൊണ്ട് പ്രൊമോഷൻ കിട്ടി അവിടുന്ന് പ്രധാന ഡയറക്ടർ പറയും, എന്നെക്കാൾ മിടുക്കിയാ, നീ കാര്യം നിർത്തിക്കുക, എനിക്ക് ലീവ് എടുക്കണം, നീ നമ്മൾ ഏൽപ്പിച്ചിട്ട് പോകും. ജോസഫ് എങ്ങനെയാ ഭക്ഷ്യമന്ത്രിയായത്? ജോസഫ് ചെല്ലുന്നിടത്തെല്ലാം മനുഷ്യർക്ക് കൊള്ളാവുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനായി ദൈവം കൂടെ ഉണ്ടെന്ന് തെളിയിച്ചു. പൊട്ടക്കണറ്റിൽ കിടന്നപ്പോഴും അത് തെളിയിച്ചു, അടിമപ്പണി ചെയ്തപ്പോൾ അത് തെളിയിച്ചു, കള്ളക്കേസ് വന്ന് ജയിലിൽ പോയപ്പോൾ അത് തെളിയിച്ചു, അവിടുത്തെ അസിസ്റ്റന്റ് വാർഡനായിട്ട് മാറി, ആ കൗൺസിലറായിട്ട് അദ്ദേഹം വളർന്നു, പ്രാർത്ഥിച്ച് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്ന കൗൺസിലറായിട്ട് മാറി. അങ്ങനെ ഓരോ പടികൾ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. അവസാനം ഭക്ഷ്യമന്ത്രിയായി. ആ യോസഫിന്റെ കാര്യമാണ് നമ്മൾ 42 അധ്യായത്തിൽ ഉൽപ്പത്തി വായിച്ചത്. ആ യോസഫ് വളരെ ബുദ്ധിപൂർവ്വം തന്റെ പൊട്ടക്കണലിട്ട് ചേട്ടന്മാരെ ശരിക്ക് നല്ല ശീലം പഠിപ്പിച്ചു. സ്നേഹിക്കുന്നു തെളിയിക്കുകയും ചെയ്തു, അവർ കുറ്റബോധം വരികയും ചെയ്തു. അതാ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ആ യോസഫ് സ്നേഹം കാണിച്ചത് ശാസിച്ചുകൊണ്ടാണ്. അവർ കുറ്റബോധം വന്ന് അവർ അലറി കരഞ്ഞു. നമ്മൾ അവനോട് കാണിച്ച കൊള്ളരുതാഴികയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇങ്ങനെ മറ്റുള്ളവർക്ക് അവരോട് കുറ്റബോധം വരുന്നില്ല, നമ്മളല്ല പറയേണ്ടത്. ജോസഫ് കണ്ടപ്പോഴേ, ചേട്ടന്മാരെ നിങ്ങളെന്നെ പൊട്ടക്കണലിൽ ഇട്ടില്ലേ, ഞാൻ നിൽക്കുന്ന കണ്ടോ, ഞാൻ അവിടുത്തെ വലിയ പുള്ളി എന്ന് വല്ലതും പറഞ്ഞോ? ദൈവം വെളിപ്പെടുത്തുന്നവരെയും അതാ നമ്മളുടെ കുഴപ്പം ഇതാ, നമ്മൾ ഞെളിഞ്ഞുകളയും, ചാടികളയും. അതുകൊണ്ട് ദൈവമാണ് മറ്റുള്ളവർ കുറ്റബോധം വരുത്തേണ്ടത്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിന്റെ കയ്യിരിപ്പുണ്ടാ, നിന്റെ ഉള്ളിലിരിപ്പുണ്ടാന്നൊന്നും നമ്മൾ പറയണ്ട, അത് അവരുടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ അത് വിരോധമേ വരുത്തുള്ളൂ. മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അവരോട് സ്നേഹം കാണിക്കുക, അവരെ കരുതുക, അവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണുക, അവരെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, അവരുടെ കൂടെ സഹകരിക്കുക, അവരെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാവും എന്നെ ഇന്ന കുഴപ്പം കൊണ്ടാണ് എനിക്ക്. അങ്ങനെ അവരവർ വേണം അവരുടെ കുറ്റം പറയാൻ, വേറെ ആരെയും കൊണ്ട് പറയിപ്പിക്കാനിടയാകരുത്. എല്ലാവരെയും ശ്രേഷ്ഠരായിട്ട് എണ്ണുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവരെ മുമ്പായിരുന്നതും ഇപ്പോഴായിരിക്കുന്നതും ഭാവിയിൽ ആരായിരിക്കുന്നതും ദൈവത്തിന് മാത്രമേ ശരിക്കറിയാവുള്ളൂ. ഇപ്പോൾ ആരായാലും ഇന്നലെ ആരായിരുന്നാലും അവരെ പരിശുദ്ധരാകാൻ ദൈവത്തിന് കഴിവുണ്ട്. മക്കളുടെ മറിയത്തിനെ കല്ലെറിയാൻ കൊണ്ടുവന്നവളാണ് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യം കണ്ടത്. അപ്പോൾ ഇന്നലെ ആരായിരുന്നു നോക്കി ആരെയും നിങ്ങൾ വെറുക്കണ്ട, ഇന്ന് എന്ത് ചെയ്യുന്നു വിചാരിച്ചിട്ടും നിങ്ങൾ അറയ്ക്കണ്ട. നാളെ അവരെ പരിശുദ്ധരാക്കാൻ ദൈവത്തിന് കഴിവുണ്ട്. 7 ഭൂതങ്ങളാണ് അവളെ കൊണ്ട് വിചാരപ്പണി ചെയ്യിപ്പിച്ചത്. അതിനെ മാറ്റി കഴിഞ്ഞപ്പോൾ അവൾ പരിശുദ്ധിയായിട്ട് മാറി. ഇതുപോലെ നമ്മുടെ എല്ലാ ബലഹീനതകളെയും പ്രവചനം പറഞ്ഞ ചില ഭൂതങ്ങളുണ്ട്. ആ ഭൂതം ചോദിക്കുന്ന പൊന്നുമല കൊടുത്ത് പകരം കൊടുത്ത് അതിനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധരാകാൻ കഴിയും. അതുകൊണ്ടാണ് മരിക്കുന്ന മിനിറ്റ് വരെ ആരെയും വിധിക്കരുത്, തള്ളരുത്, അറയ്ക്കരുത്, വെറുക്കരുത് എന്ന് പറയാനാണ്. പാപത്തെ മാത്രം വെറുക്കുക, ദൈവത്തെ നന്മയെ അവിടെ നല്ല വശത്തെ സ്നേഹിച്ച് അവരെ ആ പരുവത്തിലാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം പഠിപ്പിച്ചിരിക്കുന്നു. ഇത്രയും നേരം പറഞ്ഞതിന് ചുരുക്കം, ദൈവത്തിൻ്റെ ആത്മാവിൽ കാര്യങ്ങൾ വിവേചിക്കുവാനും പറയുവാനും സാധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ട് എവിടെയെങ്കിലും പോകാം. അതിന് നിങ്ങൾ ക്ഷമ ചോദിക്കുക. കർത്താവേ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചില്ല, അതുകൊണ്ട് ഭർത്താവിൽ സന്തോഷിക്കാനൊക്കത്തില്ല, ജോലിയിൽ സന്തോഷിക്കാനൊക്കത്തില്ല. പിള്ളേരുണ്ടാകുന്നതിന് മുമ്പ് കർത്താവിൽ സന്തോഷിച്ചു, അതുകൊണ്ട് പിള്ളേർ ശല്യമാണ്, കുശുരുതി സഹിക്കാൻ പാടില്ല. നീ ഉണ്ടാകാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ശപിക്കുന്നവരുണ്ട്. കുശുരുതി സഹിക്കാൻ പാടാഞ്ഞിട്ട് എന്താ ഗുണം? അപ്പം അങ്ങനെ പിള്ളേരുണ്ടായാലും വീടുണ്ടായാലും എന്തുണ്ടാകുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ച് സമാധാനമായ യേശുവിൽ ജീവിച്ച് നീതിയായ പിതാവിൻ്റെ കൂടെ മറഞ്ഞിരുന്ന് ഇതെല്ലാം പഠിച്ച് അങ്ങനെ ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി വീണ്ടും നമുക്ക് തരുന്ന അവസരം തക്കത്തിൽ ഉപയോഗിച്ചാൽ കർത്താവിൻ്റെ മനസ്സ് നമുക്ക് കിട്ടും, കർത്താവിൻ്റെ ഹൃദയം നമുക്ക് കിട്ടും, കർത്താവിൻ്റെ തലയോട് ചേരുന്ന ഉടലായിത്തീരും. നമ്മുടെ തലകളെ ഉണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങൾക്ക് കുരിശെടുത്തുകൊണ്ട് നിൻ്റെ പിന്നാലെ യാത്ര ചെയ്ത് കിരീടം പ്രാപിച്ച് കർത്താവിൻ്റെ തലയിലെ കിരീടമായി തീരുവാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്ന നന്ദി പറയുന്നു. സാമർത്ഥ്യമുള്ള ഭാര്യ ഭർത്താവിൻ്റെ കിരീടമായി തീരും, അതിനു മുമ്പ് മുത്തായി തീരും,
മുത്തിനേക്കാൾ വിലയുള്ള ആളാണെന്നൊക്കെ ഞങ്ങൾ ഒത്തിരി പഠിച്ചതാണ്. ഞങ്ങൾ ഇന്ന് മുത്തിനേക്കാൾ വിലയുള്ളവരായി തീരുവാൻ മുത്തുച്ചിപ്പികളെ പോലെ കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് ആത്മാവിൽ കരഞ്ഞ് ഞങ്ങൾ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലാണെങ്കിൽ പോലും കരഞ്ഞ് ഞങ്ങൾ മുത്തായി തീരുകയാണെങ്കിൽ ഞങ്ങൾക്ക് കിരീടത്തെ പതിക്കുന്ന മുത്തായി മാറി ആ കിരീടം എടുത്ത് തലയെ വെക്കുന്ന സ്വർഗീയ മണവാളനായ യേശു രാജാവായി ഭരിക്കുമ്പോൾ തൻ്റെ തലയിലെ കിരീടത്തിലെ മുത്തുകളായി ആ കിരീടമായി ശോഭിപ്പാനുള്ള നല്ല ഭാവി ഞങ്ങൾക്കുണ്ടെന്നുള്ള ബോധത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്ന വഴിയെ പോയി കർത്താവിൻ്റെ മനസ്സുള്ളവരായി കർത്താവിൻ്റെ മനസ്സിൽ കർത്താവ് ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന അപ്പം തന്നെ കർത്താവിൻ്റെ പ്രാണാനുഭവം അറിഞ്ഞ് ഞങ്ങളുടെ പ്രാണനെ കർത്താവിന് സമർപ്പിച്ച് ഞങ്ങളുടെ പ്രാണന് വേണ്ടി ദാഹിക്കുന്ന കർത്താവിന് ഞങ്ങളുടെ പ്രാണനെ കൊടുത്ത് ആ പ്രാണനെ കർത്താവിൻ്റെ ഉള്ളിലാക്കി ആ പ്രാണൻ ആത്മാവിൽ നിറഞ്ഞ് ഞങ്ങളുടെ ശരീരത്തിലേക്ക് വന്ന് ഞങ്ങളുടെ ശരീരം കർത്താവിൻ്റെ ശരീരമായി മാറി ജന്മസാവലിയോടെയുമായി ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയിലേറ്റുവാനായിട്ട് തന്നെ. യജമാനൻ വരുമം നേര